12ാമത്തെ മന്ത്രം മുതലാണ് ഇന്ന് നോക്കാനുള്ളത്. എങ്ങനെ ധ്യാനിക്കണം, ഏത് രൂപത്തിനെ ധ്യാനിക്കണം എന്നുള്ളതാണ്. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു മന്ത്രമാണ് ഇത്. നമ്മൾ വേറെ പല സൂക്തങ്ങളിലും ഇങ്ങനെ ഒരു ആത്മാവിൻ്റെ രൂപത്തിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. ആത്മാവിന് രൂപമില്ലാത്തൊരു ആത്മാവിന് രൂപമുണ്ടായത് എങ്ങനെ എന്നൊരു ചോദ്യമൊക്കെ വരും. അതെന്താണെന്ന് ഇന്ന് നോക്കാം. 12ാമത്തെ മന്ത്രം അങ്കുഷ്ടമാത്ര പുരുഷഃ മധ്യേ ആത്മനി തിഷ്ഠതി ഈശാനോ ഭൂതഭവ്യസ്യ ന തദോ വിജുഗുപ്സതേ ഏതദ്വൈ തത്. 13ാമത്തെ മന്ത്രം കൂടി ഇതോടൊപ്പം കൂട്ടി വായിക്കാം. രണ്ടും ഒരുമിച്ച് പറയാനുള്ളതാണ്. അങ്കുഷ്ടമാത്ര പുരുഷഃ ജ്യോതിരിവാ ധൂമകഃ ഈശാനോ ഭൂതഭവ്യസ്യ സ ഏവാദ്യ സ ഊശ്വഃ ഏതദ്വൈ തത്. 12ാമത്തെ മന്ത്രത്തിൽ ശരീരത്തിൻ്റെ മധ്യത്തിൽ അങ്കുഷ്ടമാത്ര പുരുഷഃ, അങ്കുഷ്ടത്തിൻ്റെ അതായത് നമ്മളെ തള്ളവിരലിൻ്റെ വലുപ്പത്തിലുള്ള ചൈതന്യത്തിനെ കുറിച്ച് പറയണു. ആത്മാവ് ആ വലുപ്പത്തിൽ അവിടെ ഉണ്ടെന്ന്, ശരീരമധ്യത്തിൽ ഹൃദയക്ഷേത്രത്തിലുണ്ട് എന്നാണ് പറയുന്നത്. അതേ സമയത്ത് അത് ശരീരം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നുണ്ട്. എല്ലാ അനുഭവങ്ങളുടെ, ത്രികാലങ്ങളിലുള്ള എല്ലാ അനുഭവങ്ങളുടെയും സാക്ഷിയായിട്ടിരിക്കുന്നു. വിവേകികൾ, അതായത് ജ്ഞാനിയായിട്ടിരിക്കുന്നവർ ഈ ആത്മാവിനെ ധ്യാനിക്കുന്നു, ആദരിക്കുന്നു. ഇതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടി സാധനകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം ഇതിനെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ എല്ലാം നേടിക്കഴിഞ്ഞു. അതുകൊണ്ട് അവർ എല്ലാ ത്യാഗവും സഹിച്ച് ഇതിനെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കും. കാരണം ഇതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം. ആ വ്യക്തി ഒരിക്കലും നിന്ദിക്കപ്പെടുന്നില്ല, അനാദരിക്കപ്പെടുന്നില്ല എന്ന്. ഏറ്റവും വലിയ നേട്ടം നേടിക്കഴിഞ്ഞ ആൾ. ഇതാണ് 12ാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. ഇവിടെ ഒരു വലിയ ചോദ്യം വരുന്നത്, ആത്മാവിനെ എന്തിനാണ് തള്ളവിരലിൻ്റെ രൂപത്തിൽ, പ്രകാശരൂപത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ്. ആത്മാവിനെ ദർശിക്കാൻ സാധിക്കുമോ? സകലതിനും സാക്ഷിയല്ലേ ആത്മാവ്? പിന്നെന്തിനാണ് ആത്മാവിനെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ ആത്മാവിനെ കാണുന്ന ഒരു സാക്ഷി വേറെയുണ്ടോ എന്നൊരു ചോദ്യം വരും. അപ്പോൾ ഇവിടെ നമ്മൾ ഓർമ്മിക്കാനുള്ളത്, പരമാത്മാവ് ബ്രഹ്മം എന്ന് പറയുന്നത് മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും അറിയാൻ പറ്റില്ല. അത്ര സൂക്ഷ്മതത്വമാണിത്. നമ്മൾ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ഒന്നും അറിയാൻ പറ്റാത്തതിനെ എങ്ങനെ ധ്യാനിക്കും? മനസ്സ് ഏകാഗ്രമാവണമെങ്കിൽ ധ്യാനം വേണം, ചിത്തശുദ്ധി വേണം, ധ്യാനം വേണം. ധ്യാനിക്കണമെങ്കിൽ എന്തെങ്കിലും ഒന്ന് വേണം. രൂപമോ ശബ്ദമോ വർണ്ണമോ എന്തെങ്കിലും ഒന്ന് വേണം. എന്നാലേ മനസ്സ് അവിടെ ഏകാഗ്രമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ വിഗ്രഹമൊക്കെ അങ്ങനെയാണ്. ഇപ്പോൾ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭഗവാനാണ് ധ്യാനരൂപം. ഇപ്പോൾ കർമ്മയോഗിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇഷ്ടദേവതയാണ് ധ്യാനരൂപം. ആ ദേവതയ്ക്ക് സമർപ്പിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്യുക. ഇപ്പോൾ ഹനുമാനാണെങ്കിൽ ശ്രീരാമന് സമർപ്പിച്ചിട്ടൊക്കെ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞതുപോലെ, അർജുനാണെങ്കിൽ ശ്രീകൃഷ്ണൻ സമർപ്പിച്ചിട്ടാണ് ചെയ്യുക. അപ്പം നമ്മളൊക്കെ കർമ്മയോഗികളാണെങ്കിൽ ഒരു ഇഷ്ടദൈവം, ഒരു ഇഷ്ടദേവതാ രൂപം, ആ രൂപത്തിന് സമർപ്പിച്ചുകൊണ്ടെല്ലാം ചെയ്യും. ഇനിയിപ്പോൾ ഈശ്വര രൂപത്തിലല്ലാതെ യോഗമാർഗങ്ങളിലൂടെ സാധന ചെയ്യുന്നവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കുണ്ടലിനിയാണ് അവരുടെ മനസ്സ് ഏകാഗ്രമാക്കാനുള്ളത്. കുണ്ടലിനി ശക്തിയിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പം വേദാന്തിക്ക് എന്താണ് രൂപം? വേദാന്തി ഈശ്വര തത്വത്തിനെ കുറിച്ച് പറയുന്ന ആളാണല്ലോ. എല്ലാ രൂപങ്ങൾക്കും അപ്പുറമുള്ള നിർഗുണ നിരാകാരമായിരിക്കുന്ന തത്വത്തിനെ കുറിച്ച് പറയുന്ന ആളാണ് വേദാന്തി. അപ്പോൾ വേദാന്തിക്ക് ധ്യാനിക്കാൻ എന്ത് ചെയ്യും? മനസ്സെവിടെ ഏകാഗ്രമാക്കണമല്ലോ, എന്നാലേ സാധനം മുന്നോട്ട് പോകുള്ളൂ. അതിന് സങ്കൽപ്പിച്ച രൂപമാണ് അങ്കുഷ്ടമാത്ര പുരുഷഃ എന്ന് പറഞ്ഞു. ഈ അങ്കുഷ്ടത്തിൻ്റെ വലിപ്പത്തിലുള്ള ചൈതന്യം എന്ന് പറയാൻ കാരണം അത് സങ്കല്പരൂപമാണ്. മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ട് സങ്കല്പിച്ചാണ്. ഹൃദയക്ഷേത്രത്തിൽ അങ്ങനെ ഒരു രൂപം സങ്കല്പിക്കാൻ പറഞ്ഞു, മനസ്സിനെ അങ്ങോട്ട് ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അത് ആത്മാവിൻ്റെ രൂപമല്ല.
ഇതിനെ പലരും തെറ്റിദ്ധരിച്ചവർ ധ്യാനിക്കാനിരിക്കുമ്പോൾ ആദ്യമൊക്കെ ആത്മാവിനൊക്കെ കാണും. അപ്പോൾ അവർ വിചാരിക്കും, ഓ ഞാൻ ആത്മാവിനെ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിക്കും. പിന്നെ കുറേ കാലം കഴിയുമ്പോൾ ഇത് കാണാതെയാവും. അപ്പോൾ എന്ത് പറയും, അയ്യോ എൻ്റെ ആത്മാവ് എവിടെ പോയി, എൻ്റെ ആത്മാവ് എവിടെയോ പോയല്ലോ എന്ന് പറയാൻ തുടങ്ങും. അപ്പോൾ ഇതാണ് ആത്മാവ് എന്ന് തെറ്റിദ്ധരിച്ചവരെങ്ങനെ, ഇതിലപ്പുറം ഇതാണ് ആത്മാവ് എന്ന് തെറ്റിദ്ധരിച്ചവർ പറയും അതാണ് ജീവൻ. അപ്പം മരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനൊരു സാധനം ശരീരത്തിൽ നിന്ന് ഉയർന്നു പോയി, അതിനെ ഞാൻ കണ്ടു എന്നൊക്കെ പറയുന്നവരുണ്ട്. ഇതൊക്കെ മനസ്സിൻ്റെ വിഭ്രാന്തിയാണ്. ഇത് ധ്യാനിക്കാൻ വേണ്ടിയിട്ട് മാത്രം സങ്കല്പിച്ച ഒരു രൂപമാണെന്ന് എപ്പോഴും ഓർമ്മിക്കണം. എല്ലാ വിഗ്രഹങ്ങളും ഇതുപോലെ ഈശ്വരനിലേക്ക് എത്താൻ സങ്കല്പിക്കപ്പെട്ട രൂപങ്ങളാണ്. അതിപ്പോൾ അമ്പലത്തിലെ വിഗ്രഹങ്ങൾ മാത്രമല്ല, ശിവലിംഗമുണ്ട്, വാൽക്കണ്ണാടിയുണ്ട്, പിന്നെ വാളുണ്ട്, അങ്ങനെ പലതുമുണ്ട്. ഇതിലിപ്പോൾ സാളഗ്രാമം ഉണ്ട്, അതിൽ കൂടി ഈശ്വരനെ ആരാധിക്കും. ത്രിശൂലമുണ്ട്. ഇങ്ങനെ പല പല രൂപങ്ങളാണ്. ഇതൊക്കെ മനസ്സിനെ ഈശ്വരനിലേക്ക് ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള സങ്കല്പ രൂപങ്ങളാണ്. അതല്ല ദൈവം. അതിലൂടെ ദൈവത്തിലേക്ക് എത്താം. അതിലും ദൈവമുണ്ട്. കാരണം ദൈവം സർവ്വവ്യാപിയാണല്ലോ. അപ്പോൾ അതിലും ദൈവമുണ്ട്. പക്ഷെ അതിലൂടെ ബ്രഹ്മത്തിലേക്ക്, അഹം ബ്രഹ്മാസ്മി എന്ന തലത്തിലേക്ക് എത്താൻ അത് രൂപാധി കൂടിയാണ്. ഇതും കൂടി നമ്മൾ ഓർമ്മിക്കണം. അപ്പോൾ ഇങ്ങനെ മനസ്സിനകത്ത് നമ്മളെ ഹൃദയക്ഷേത്രത്തിലുള്ള ചൈതന്യത്തിനെ ഏകാഗ്രമായി ധ്യാനിച്ച് സാക്ഷാത്കരിച്ച ആൾക്കാർ, ഞാൻ ആത്മാവാണ് എന്ന് സാക്ഷാത്കരിച്ച ആൾക്കാർ, അവർക്ക് പിന്നെ ഒരിക്കലും ദുഃഖഭാവത്തിലേക്ക് അവർ വരുന്നില്ല. കാരണം ഞാൻ ആത്മാവാണ്, ഞാൻ ആനന്ദ സ്വരൂപമാണ് എന്ന് അവർക്ക് മനസ്സിലായി. അവരനുഭവിച്ചു. അത് യഥാർത്ഥത്തിൽ അനുഭവിച്ചു. വെറുതെ തിയറിറ്റിക്കലി അല്ല, പ്രാക്ടിക്കലി അത് ചെയ്ത തലത്തിലെത്തി. ഞാൻ ആനന്ദമാണ്, എന്നിൽ സകല അനുഭവങ്ങളും വന്നു നിന്നു പോകുന്നു എന്നെത്തിക്കഴിഞ്ഞു. അവരൊരിക്കലും പിന്നെ താഴോട്ട് പതിക്കുന്നില്ല, സംസാരത്തിലേക്ക് തിരിച്ചു വരുന്നില്ല. അവർ മുക്തനായി എന്നാ പറയാം. സംസാരത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും മുക്തനായി. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ, നമ്മൾ മനുഷ്യനായിട്ട് ജനിച്ചത് ഈ തലത്തിലെത്താനാണ്. അതിലപ്പുറം ഇനിയൊന്നും നേടാനില്ല. അതുകൊണ്ടാണ് അവർ ഏറ്റവും വലിയ നേട്ടം നേടിയവരാണ് എന്ന് പറഞ്ഞു. ഏറ്റവും വലിയ നേട്ടം നേടിയവരാണെന്ന് മാത്രമല്ല, എന്ത് ത്യാഗം സഹിച്ചത് നേടാൻ ശ്രമിക്കുന്നവരുകൂടിയാണ്. കാരണം അതാണല്ലോ വേണ്ടത്. ജീവിതത്തിൻ്റെ ഒരു പർപ്പസ് എന്താണ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ പർപ്പസ് മറന്നിട്ട് ജീവിക്കുന്നവരാണ്. എനിക്ക് വലിയ വീട് വേണം, ധനം വേണം, പിന്നെ പത്രാസ് വേണം, പ്രശസ്തി വേണം. ഇതൊക്കെ നമ്മളെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വന്നു ചേരും. പക്ഷെ അതൊക്കെ പിന്നീട് പോകാനുള്ള. ഇവിടുത്തെ ചോദ്യം മരിച്ചു കഴിയുമ്പോൾ എന്താ സ്ഥിതി എന്നാണ്. അപ്പം മറുപടി പറയുന്നത് മരിക്കാതിരിക്കുക എന്നുള്ള അവസ്ഥയിലെത്തുക വേണ്ടത്. അതിന് ആത്മജ്ഞാനിയായിട്ട് മാറുക, ആത്മസാക്ഷാത്കാരം നേടുക എന്നുള്ളതാണ്. ആ സാക്ഷാത്കാരം നേടിയ അവസ്ഥയിലാണെങ്കിൽ പിന്നെ മരണം ദേഹത്തിന് മാത്രമേ ഉള്ളൂ എന്നും അറിയും. അല്ലെങ്കിൽ ദേഹവുമായിട്ടാണ് താതാത്മ്യമെങ്കിൽ ദേഹം മരിക്കുമ്പോൾ ഞാൻ മരിച്ചു എന്ന് പറയും. ഒരു വ്യക്തിയെ കാണുമ്പോൾ അയാളെ നമ്മൾ ആ ദേഹമാണെന്ന് തെറ്റിദ്ധരിച്ചാൽ ആ വ്യക്തി മരിച്ചു എന്നാണ് പറയാം നമ്മൾ. അപ്പോൾ ആത്മാവിൽ അങ്ങനെ ഒരു ദേഹം ഉണ്ടായിരുന്നു. ആ ദേഹത്തിന് ഞാൻ ആ വ്യക്തിയായിട്ട് തെറ്റിദ്ധരിച്ചു. നമ്മുടെ അജ്ഞാനം കൊണ്ടാണത്. അത് കാരണം ആ ദേഹം തിരിച്ച് ലയിച്ചപ്പോൾ ആ വ്യക്തി മരിച്ചു പോയെന്ന് ഞാൻ എൻ്റെ അജ്ഞാനം കൊണ്ട് വിചാരിക്കണം. ഇതാണ് ജ്ഞാനിയുടെ തലം. അപ്പം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കണം. ആത്മസാക്ഷാത്കാരത്തിലേക്ക് എത്തണമെങ്കിൽ, അതായത് ഞാൻ എന്താണ് എന്ന അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരണമെങ്കിൽ, ഞാൻ അല്ലാത്തതിനോടുള്ള ആശ്രയത്വം, ആസക്തി, ഇതെല്ലാം ഉപേക്ഷിക്കണം. ഇതാണ് ഈ പറഞ്ഞതെന്ന് മനസ്സിലാക്കാനുള്ളത്. ഞാനും ഞാനല്ലാത്തതും നിത്യാനിത്യ വിവേകം എന്ന് പറയും. ആത്മാനാത്മ വിവേകം. അപ്പം അനാത്മാവായിട്ട് എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് തടസ്സമാണ്. അതിനോടുള്ള ആസക്തിയും ആശ്രയത്വവും തടസ്സമാവും. നമുക്ക് സാധനങ്ങൾ പുരോഗമിക്കാൻ വേണ്ടത് മാത്രം സ്വീകരിച്ചു പോവുക, അതിനോട് ആസക്തി പാടില്ല എന്നുള്ളതൊക്കെ ഈ മന്ത്രത്തിൽ നിന്ന് മനസ്സിലാവണം. എന്നാലേ നമ്മൾ ജീവിതം എന്ന അവസരത്തിൽ നിന്ന് ഏറ്റവും വലിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ പറ്റുള്ളൂ. ഇനി ഈ ആത്മാവ് തന്നെയാണ് എപ്പോഴും ഉള്ളത് എന്നതാണ് 13ാമത്തെ മന്ത്രത്തിൽ പറയുന്നത്. അങ്കുഷ്ടമാത്ര പുരുഷഃ ജ്യോതിരിവാ ധൂമകഃ ഈശാനോ ഭൂതഭവ്യസ്യ സ ഏവാദ്യസൗ ശ്വഃ ഏതദ്വൈ തദേ
ഈ പറയപ്പെട്ട അങ്കുഷ്ടമാത്ര ആയിട്ട് കാണപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ സങ്കല്പിക്കപ്പെട്ട ആത്മാവ് തന്നെയാണ് പുകയില്ലാത്ത അഗ്നി എന്ന പോലെ അധൂമകഹ എന്ന് പറഞ്ഞ പുകയില്ലാത്തതെന്ന്. എല്ലായിടത്തും പ്രകാശിക്കുന്നു. എല്ലായിടത്തും പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ടോർച്ചടിച്ച് നോക്കുന്ന പോലെ അല്ലെങ്കിൽ തീ കത്തുന്ന പോലെ ഇല്ല. എല്ലാത്തിനെയും അനുഭവവേദ്യമാക്കി തരുന്നത് ഈ ചൈതന്യമാണ്. അതിലാണ് ഭൂതഭവ്യസ എന്ന് പറഞ്ഞത്. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതൊക്കെ അതിലാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഈശാനൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നിയന്ത്രിച്ച് നിർത്തുക. നിയാമക ശക്തിക്കാണ് ഈശാനം പറയാം. അപ്പോൾ ഇതിനെയൊക്കെ നിയന്ത്രിക്കുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ആ ശക്തിയാണ് ആത്മാവ്. ഇതിനെ നമ്മൾ ഈ ആത്മാവിനെ, അതായത് കാലം പോലും എന്തിലാണോ ഉള്ളത് ആ ചൈതന്യമാണ് ആത്മാവ്. അതിനെ ഹൃദയമധ്യത്തിൽ, ഹൃദയകമലത്തിൽ ഈ രൂപത്തിൽ ധ്യാനിക്കണം. ധ്യാനിക്കുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ആ തലത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. നമ്മൾക്ക് എപ്പോഴും നമ്മളിലേക്കാണ് യാത്ര വേണ്ടത്. അപ്പോൾ എന്നിട്ട് പറഞ്ഞു ഈ ആത്മാവ് മാത്രമേ ഇന്നുള്ളൂ, നാളെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉള്ളത് ഈ ആത്മാവ് മാത്രമാണ്. അപ്പോൾ സൃഷ്ടി ഉണ്ടായി നിലനിന്ന് ലയിക്കാനുള്ളതാണ്. അപ്പോൾ ആത്മാവ് മാത്രം ഉള്ളെങ്കിൽ പിന്നെ സൃഷ്ടി എങ്ങനെയുണ്ടാവും? ഇങ്ങനെയാണ് ഒരു ചോദ്യം വരിക. ആത്മാവിൽ നിന്ന് അന്യമായിട്ടൊരു സൃഷ്ടി ഉണ്ടാവില്ലല്ലോ. കാലം പോലും ആത്മാവിലാണ് എന്ന് പറയുന്നു. കാലമാകുന്ന ശക്തി ആത്മാവിൻ്റെ ഒരു വിഭൂതിയാണ്. ഇതിപ്പം ഭഗവത്ഗീതയിലും ഭഗവാൻ പറയുന്നു ഞാൻ കാലമാകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സമയം എന്ന് പറയുന്നതല്ല കാലമാകുന്ന ശക്തിയുടെ പ്രകടനത്തെ നമ്മൾ സമയമായിട്ട്, ടൈമായിട്ട് അനുഭവിക്കുന്നു. അപ്പോൾ നമ്മൾ ടൈം നോക്കുമ്പോൾ നമുക്കിതൊക്കെ ഓർമ്മ വരണം, ഈശ്വരനെ ഓർമ്മ വരണം. ടൈം വാച്ചിലേക്ക് നോക്കുമ്പം സൂചി മാത്രം കണ്ടാൽ പോരാ, ടൈം കണക്കൂട്ടിയാൽ പോരാ, കാലമാകുന്ന ശക്തിയെ ഓർമ്മ വരണം. ആ ശക്തി ഏതൊരു ചൈതന്യത്തിൻ്റെ പ്രകടനമാണോ അതിന് ഓർമ്മ വരണം. അതാണ് ഞാൻ എന്ന് പറഞ്ഞാൽ ഞാനാണ് കാലത്തിനെ ചലിപ്പിക്കുന്നത് എന്ന തലത്തിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. അതിപ്പോൾ വെറുതെ ഞാനല്ല ടൈം ഉണ്ടാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പിടിച്ച് കുതിരവട്ടത്ത് കൊണ്ടുപോകും. നമ്മൾ കാരണം ആ തലത്തിലേക്ക് എത്തിയിട്ടില്ല. ഇതൊക്കെ ആ തലത്തിൽ എത്തിയവർക്ക് മാത്രമേ അനുഭവത്തിലായിട്ടുള്ളൂ. അവർ പറഞ്ഞത് വിശ്വസിക്കാനേ നമുക്കിപ്പോൾ തൽക്കാലം നിവൃത്തിയുള്ളൂ. രണ്ട് കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്. അപ്പോൾ വിവേകാനന്ദ സ്വാമി പറഞ്ഞത് രണ്ട് വിധത്തിൽ സത്യത്തിനെ അറിയാമെന്നാണ്. ഒന്ന് സ്വയം നമ്മൾ പരീക്ഷിച്ച് അറിയാം, അല്ലെങ്കിൽ അത് അറിഞ്ഞ വ്യക്തിയെ വിശ്വസിക്കാം. അവരും നമ്മളെ മുന്നോട്ട് നയിക്കും. അപ്പം എൻ്റെ വീട്ടിൽ ഒരു സ്വർണ്ണ കസേരയുണ്ട് എന്ന് ഞാൻ പറയണമെന്ന് വിചാരിക്കാം. അപ്പോൾ രണ്ട് വിധത്തിൽ അത് തെളിയിക്കാം. ഒന്നുകിൽ എൻ്റെ വീട് വരെ വന്നിട്ട് സ്വർണ്ണ കസേര എവിടെ എന്ന് നോക്കിയിട്ട് സ്വയം ബോധിക്കാം, അതവിടെ ഉണ്ട് എന്ന് പറയാം. അല്ലെങ്കിൽ അയാളുടെ വീട്ടിൽ അതുണ്ട്, അയാൾ പറഞ്ഞത് ഞാൻ വിശ്വസിച്ചു, അങ്ങനെ അത് ഉള്ള ആളെ വിശ്വസിക്കാം. അങ്ങനെ ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള മഹാത്മാക്കളെ വിശ്വസിച്ചുകൊണ്ട് അവർ കാണിച്ചു തന്ന മാർഗത്തിലൂടെ മുന്നേറണം. അതിനു വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കാലം പോലും എന്നിലാണ് എന്ന തലത്തിലേക്ക് എത്തിയവരെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അവരാണ് ആത്മജ്ഞാനികളായിട്ടുള്ള ഗുരു. അപ്പോൾ അവർ പറയുന്ന വഴിക്ക് നീങ്ങാം, അപ്പോൾ നമ്മൾ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. അപ്പോൾ കാലത്തിനെ പോലും ചലിപ്പിക്കുകയും ഈ പരിണാമത്തിനൊക്കെ ആധാരവുമായിരിക്കുന്ന ഒരു ചൈതന്യം ഉണ്ട്, അതാണ് ആത്മാവ്. അപ്പോൾ ഇവിടെ നചികേതസ് എന്താ ചോദിച്ചാൽ ആദ്യം മരണത്തിൻ്റെ രഹസ്യത്തിനെ കുറിച്ച് ചോദിച്ചു, മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും. പിന്നെ പറഞ്ഞു മറ്റുള്ളവർക്കൊന്നും കാണാൻ സാധിക്കാത്തത്, എന്നാൽ അങ്ങ് കാണുന്നത് എന്താണോ അതെനിക്ക് പറഞ്ഞു തരൂ. അപ്പോൾ ഇവിടെ യമധർമ്മരാജാവ് ആത്മാവിനെ പല വിധത്തിൽ വിശദീകരിച്ച് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. വാക്കിൻ്റെ ഉള്ളിൽ ഒതുക്കാൻ പറ്റാത്ത സാധനം. അപ്പോൾ ലക്ഷണങ്ങളിൽ കൂടെ പറയുള്ളൂ. ലക്ഷണങ്ങളിൽ കൂടെ ഇത് കേൾക്കുന്ന ആള് അറിയണം. അയാളുടെ എങ്ങനെയാ അത് പറയാം, ജ്ഞാനദൃഷ്ടിയിലൂടെ, ആ ബുദ്ധിയിലൂടെ വേണം അതിനെ അറിയാൻ. നമ്മളുടെ ഇന്ദ്രിയങ്ങൾക്കും അപ്പുറമുള്ള ഇൻറ്റ്യൂഷൻ പവർ പറയില്ല, നമ്മൾ അങ്ങനെ ബുദ്ധിക്ക് അപ്പുറമുള്ള ആ അതീന്ദ്രിയ ബുദ്ധിയിലൂടെ വേണം ഈ ലക്ഷണങ്ങളെയൊക്കെ നമ്മൾ അനലൈസ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് അറിഞ്ഞ് ആ തലത്തിലേക്ക് അതിനെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കാലത്തിൻ്റെ ശക്തിയെ കാണുമ്പോൾ ഈശ്വരനെ ഓർമ്മ വരണം എന്ന് പറഞ്ഞു. ഈ ശക്തിയെ നമ്മൾ നമ്മുടെ ഹൃദയകമലത്തിൽ ധ്യാനിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം ഒന്നാണ് എന്ന ഏകത്വം എന്ന അനുഭവത്തിലേക്ക്
നമ്മൾ എത്തിച്ചേരുകയുള്ളൂ. ഇത് സാധനാമാർഗമായി. അപ്പം ധ്യാനിക്കാൻ സാധിക്കാത്തവർക്ക് ഇതിൽ മുന്നോട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ധ്യാനം ഉറച്ചിരിക്കണം. എന്ത് വേണം? മനസ്സ് ഭയങ്കരമായിട്ട് ചഞ്ചലമാവുന്നു. എല്ലാവർക്കുമുള്ള കംപ്ലൈൻ്റാണ്, മനസ്സ് ചഞ്ചലമാവുന്നു. മനസ്സ് ചഞ്ചലമാവണം, മനസ്സിൻ്റെ സ്വഭാവമാണത്. മനസ്സ് ചലിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ശരീരത്തിൽ ആത്മസാന്നിധ്യം ഉണ്ടെന്ന് തന്നെയാണ്. ആത്മാവുണ്ടെങ്കിൽ മനസ്സ് ചലിക്കുള്ളൂ. നമുക്ക് ചെയ്യാനുള്ളത് ഈ ചലനത്തിനെ നിയന്ത്രിക്കാൻ സാധിക്കണം. മനോനിയന്ത്രണം, ശമം. അപ്പോൾ എന്ത് ചെയ്യണം? മനസ്സിനെ ചലിക്കാനുള്ളൊരു വഴി കൊടുക്കുക, ഒരു റൂട്ട് കൊടുക്കുക. എന്നിട്ട് ആ റൂട്ട് പതുക്കെ കുറച്ച് കൊണ്ടുവന്ന് മനസ്സിൻ്റെ ചലനങ്ങൾ, ചിന്തകളുടെ പ്രവാഹത്തിനെ കുറച്ച് കുറച്ച് കൊണ്ടുവരാം. ഇപ്പം നമ്മൾ ഹൃദയക്ഷേത്രത്തിൽ ധ്യാനിക്കുന്നുണ്ടെങ്കിൽ ആ രൂപത്തിൽ മനസ്സ് ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഇഷ്ടദേവതാ രൂപം ധ്യാനിക്കുക. നമ്മളിപ്പോൾ മാനസപൂജയിലൊക്കെ ചെയ്യുന്നത് പോലെ, ദേവീ രൂപം ധ്യാനിക്കുന്നത് പോലെ അങ്ങനെ ഏകാഗ്രമാക്കി കൊണ്ടുവരാൻ ശീലിപ്പിക്കുക. ഇതൊക്കെ നിരന്തര പരിശീലനം കൊണ്ടേ നടക്കുള്ളൂ. പുസ്തകം വായിച്ചുകൊണ്ടോ പറഞ്ഞു കേട്ടോണ്ടോ ഒന്നും നടക്കില്ല. പരിശീലനം തന്നെ വേണം. ഈ നീന്താൻ പഠിക്കുന്നത് പോലെയാണ്. പുസ്തകം വായിച്ചാലൊന്നും നീന്താൻ പഠിക്കാൻ പറ്റില്ല, ആൾക്കാർ പറഞ്ഞു കേട്ടാലും പറ്റില്ല. അതിന് കുളത്തിലിറങ്ങി നീന്തി തന്നെ വേണം എന്ന് പറഞ്ഞതുപോലെ സാധന ചെയ്താൽ തന്നെ ഈ തലത്തിലെത്തുള്ളൂ. അല്ലെങ്കിലൊക്കെ നമുക്ക് ഇങ്ങനെ വായിച്ചു അറിഞ്ഞും എന്തെങ്കിലുമൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. പ്രയത്നത്തിന് ആണ് പ്രാധാന്യം. പ്രയത്നം ഉണ്ടെങ്കിലേ തലത്തിലേക്ക് എത്തുകയുള്ളൂ. ഇതും കൂടി ഓർമ്മിക്കാനുണ്ട്. ഇനി അജ്ഞാനിയുടെ ഒരു നിലയെക്കുറിച്ച് പറയണം. യദോദകം ദുർഗേ വൃഷ്ടം പർവ്വതേഷു വിധാവതി ഏവം ധർമാൻ പൃഥക് പശ്യൻ താനേവാനുവിധാവതി. 14ാമത്തെ മന്ത്രമാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു ഉദാഹരണം. പർവ്വതത്തിൻ്റെ മുകളിൽ പെയ്യുന്ന മഴ പല വഴിക്കായിട്ട് താഴേക്ക് ഒഴുകുന്നു. അപ്പോൾ താഴേന്ന് നോക്കുമ്പോൾ അത് പല വിധത്തിലുള്ള ജലധാരകളായിട്ട്, നദിയായിട്ടും അരുവിയായിട്ടും വെള്ളച്ചാട്ടമായിട്ടൊക്കെ കാണും. പക്ഷേ മുകളിൽ ചെന്നാലോ അതൊക്കെ ഒന്നാണ്, അതിൻ്റെ സോഴ്സ് ഒന്നാണ്. മഴ, മേഘത്തിൽ നിന്നാണ് ആ വെള്ളമൊക്കെ വന്നിരിക്കുന്നത്. ഇതൊരു ഉദാഹരണമായിട്ട് പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പം ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് ആദ്യം പറഞ്ഞു. പക്ഷെ നമ്മൾ പലതായിട്ട് കാണുന്നുണ്ട്. നമ്മളെ കാഴ്ചയിൽ എപ്പോഴും ഭിന്നത്വം ഉണ്ട്. അപ്പോൾ ഇവിടെ പറയണം, നമ്മൾ പർവ്വതത്തിൻ്റെ താഴെ നിന്നിട്ട് ഈ നദിയെ കാണുന്നത് പോലെയാണ്. ഒരുപാട് നദികളെ കാണുന്നു, കുറേ വെള്ളച്ചാട്ടം കാണുന്നു. പക്ഷെ നമ്മൾ മേഘത്തിൻ്റെ തലത്തുനിന്ന് അവിടെ നിന്നാണ് ഈ വെള്ളം മുഴുവൻ വരുന്നതെന്ന് കാണുന്നില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ സൃഷ്ടിയിൽ മനുഷ്യനും പക്ഷി മൃഗാദികളും ബാക്കിയെല്ലാം എന്താ പറയുക, ചരാചരമായിട്ട് കാണപ്പെടുന്നതെല്ലാം സചേതനവും അചേതനവുമായിട്ടുള്ള, ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ട് കാണപ്പെടുന്നതിൻ്റെ എല്ലാം ഉത്ഭവസ്ഥാനം ബ്രഹ്മമാണ് എന്നറിയണം. അതിൻ്റെ ഉൽപ്പത്തി എങ്ങനെയാണ് അത് ചെയ്യാം? നമ്മൾ എന്തിനെ കാണുന്നു അതിൻ്റെ സോഴ്സിലേക്ക് പോകണം. അതെങ്ങനെയാണ് പോകുകയെന്ന് വെച്ചാൽ കാര്യകാരണ സിദ്ധാന്തം മുമ്പ് പറഞ്ഞത് ഓർമ്മിക്കുക. ഒരു കാര്യം കാണുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഉത്തരം കിട്ടും. ആ കാരണം കാര്യമായിട്ട് കാണുക, അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിക്കും. അപ്പോൾ കഴിഞ്ഞ ക്ലാസ് കഴിഞ്ഞപ്പം, അതായത് കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് കഴിഞ്ഞപ്പം എന്നോടൊരാൾ പറഞ്ഞു, നമ്മളുടെ ക്ലാസ്സിൽ വരുന്ന ആളാണ്, സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞത് മനസ്സിലായില്ല എന്ന് പറഞ്ഞു. അതൊന്നുകൂടി വിശദീകരിക്കണം പറഞ്ഞു. അത് നമ്മൾ ഭഗവത്ഗീത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കന്ന് ഭഗവത്ഗീത ക്ലാസ്സിൽ വരാൻ പറ്റാത്ത കാരണമായിരിക്കാം അത് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ അതിനെ ചുരുക്കി ഒന്ന് പറയാം. ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതാണ് തിയറി. അപ്പം ബ്രഹ്മം മാത്രമേ ഉള്ളൂവെങ്കിൽ ബ്രഹ്മത്തിൽ നിന്ന് സൃഷ്ടി എങ്ങനെയുണ്ടായി? ഇതാണ് ചോദ്യം. അപ്പോൾ സൃഷ്ടിയുടെ പ്രക്രിയ പറയണം നമ്മൾ. ഇത് പല വിധത്തിൽ, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, പലരും പല വിധത്തിലാണല്ലോ പറയുന്നത്. ഇതിന് അങ്ങനെ ഒരു സ്റ്റാൻഡേർഡായിട്ട് എന്താ പറയാത്തത്? അപ്പം അതിൻ്റെ ഉത്തരമായിട്ട് പറഞ്ഞത് ഇല്ലാത്ത ഒന്നിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് എങ്ങനെ പറഞ്ഞാലും എന്താ? അതാണ് ചോദ്യം. നമുക്ക് എന്താണ് വേണ്ടത്? ഉള്ളത് എന്താണെന്ന് അറിയാൻ വേണ്ടേ? ഉള്ളത് എന്താണ് എന്നറിയാൻ ആദ്യം ഇല്ലാത്ത ഒന്നിനെ സങ്കല്പിച്ചു. മാങ്ങ വാങ്ങാൻ പോയൊരു കഥ പറയണ പോലെയാണത്. അപ്പം 10 മാങ്ങ വാങ്ങാൻ പോയി. 10 മാങ്ങ വാങ്ങിയിട്ട് 50 രൂപ കൊടുത്തു. അപ്പോൾ ഒരു മാങ്ങയുടെ വില എന്ത്? ഇതാണ് ചോദ്യം. കണക്ക് ക്ലാസ്സിലെ ചോദ്യമാണ്. ഒരു മാങ്ങയുടെ വില എന്ത്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും?
മാങ്ങയുടെ വില, കോസ്റ്റ് ഓഫ് എ മാംഗോ ഈസ് ഈക്വൽ ടു എക്സ്. ഒരു എക്സ് നിടും. ആ എക്സ് യഥാർത്ഥത്തിലില്ല, പക്ഷെ നമ്മൾ സങ്കല്പിച്ചു മാങ്ങയുണ്ട്, മാങ്ങയ്ക്ക് ഒരു വിലയുണ്ട്, ആ വില എക്സ് ആണ് എന്ന് നമ്മൾ സങ്കല്പിച്ചു. എന്നിട്ട് ആ എക്സ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ തുടങ്ങി. എങ്ങനെയാണ് കണ്ടുപിടിച്ചേ? 50 രൂപ ഡിവൈഡഡ് ബൈ 10 മാങ്ങ. അപ്പോൾ 50/10 5 രൂപ കിട്ടി. അപ്പം എക്സ് ഈക്വൽ ടു 5. എക്സ് എന്ന് പറഞ്ഞാൽ 5 ആണ്. എക്സിൻ്റെ ഒരു മൂല്യം കിട്ടി 5. ആ 5 എന്ന് മനസ്സിലായതോടുകൂടി എക്സ് ഇല്ല, പിന്നെ ഉള്ളത് 5 മാത്രമാണ് എന്ന് പറഞ്ഞതുപോലെ ഒരു സൃഷ്ടി ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. തിയറി പറയുമ്പോൾ ഈ സൃഷ്ടിയൊക്കെ വിവർത്തമാണെന്ന് പറയാം. വിവർത്തം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിലും ഉണ്ട് എന്ന് തോന്നുന്നു. രജ്ജു സർപ്പ ഭ്രാന്തി എന്നൊക്കെ വേദാന്തത്തിൽ പറയും. കയറിനെ കണ്ട് പാമ്പാണെന്ന് തോന്നി. അപ്പം പാമ്പാണെന്ന് തോന്നുന്നിടത്തോളം കാലം പാമ്പ് സത്യം തന്നെയാണ്. പിന്നെ നമ്മൾ ആ പാമ്പ് എന്താണെന്ന് അന്വേഷിക്കാൻ പോകണം. അപ്പോൾ വെളിച്ചം കൊണ്ടുവന്ന് നോക്കിയപ്പോഴാണ് ഇത് പാമ്പല്ലായിരുന്നു, ഇത് കയറാണെന്ന് മനസ്സിലായി. കയറാണെന്ന് മനസ്സിലായി പിന്നെ നമ്മൾ പാമ്പിനെ കാണുകയില്ല, പിന്നെ കയറ് തന്നെയാണ് കാണില്ല. ഇട്ടത് കണ്ടാലോ അത് കയറാണെന്ന് അറിയാം. കാരണം അത് നമ്മൾ കയറാണെന്ന് ബോധിച്ചു. അപ്പോൾ ഈ ബോധിക്കുന്നത് വരെ പാമ്പ് അവിടെയുണ്ട് എന്ന് പറഞ്ഞതുപോലെയാണ് സൃഷ്ടിയുടെ രഹസ്യം ബോധിക്കുന്നത് വരെ സൃഷ്ടി ഉണ്ട് എന്നുള്ളത് നമ്മളുടെ അനുഭവമാണ്, സത്യമായ അനുഭവം തന്നെയാണ്. സ്വപ്നം കാണുമ്പോൾ സ്വപ്നലോകം കാണുന്ന പോലെ സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോഴേ സ്വപ്നമില്ലായിരുന്നു, അത് തോന്നലായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ബ്രഹ്മത്തിൽ മായ ആക്ടിവേറ്റായി, മായാശക്തി പ്രവർത്തിക്കാൻ തുടങ്ങി. അപ്പോൾ മായ എവിടുന്ന് വന്നു എന്ന് ചോദിച്ചാൽ മായ ബ്രഹ്മത്തിലുള്ളതാണ്. ബ്രഹ്മത്തിൻ്റെ ശക്തി വിശേഷത്തിന് പറയുന്ന പേരാണ് മായ. മായാശക്തി ആക്ടിവേറ്റായി. അതിൽ നിന്ന് അഹങ്കാരം ഉണ്ടായി, മഹത് അഹങ്കാരം എന്നൊക്കെ പറയും. അത് 3 പിരിഞ്ഞു. സത്വം, രജസ്, തമസ്, 3 ഗുണങ്ങളെ. ഈ ത്രിഗുണങ്ങളും ചേർന്ന അവസ്ഥ, അത് ഒന്നിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ മൂലപ്രകൃതി എന്ന് പറയും. പരസ്പരം വേറെയായിട്ട് കാണപ്പെടുന്ന സമയത്ത് മായ എന്ന് പറയും. ഇങ്ങനെ ത്രിഗുണങ്ങളായിട്ട് പിരിഞ്ഞു. ത്രിഗുണങ്ങളുടെ ഈ വ്യത്യാസമാണ് സൃഷ്ടിയായിട്ട് മാറിയത്. അതിൽ തന്നെ കുറച്ചുകൂടി അദ്വൈത ചിന്തയിലേക്ക് പോകുന്ന സമയത്ത് സത്വം, രജസ്, തമസ്, ഈ ഗുണങ്ങളിൽ തമസ്സായിരിക്കുന്ന ഗുണം വീണ്ടും വിക്ഷേപം, ആവരണമായിട്ട് മാറി. 2 ശക്തിവിശേഷങ്ങൾ 2 വിധത്തിലായിട്ട് പിരിഞ്ഞു. അത് തന്നെ പഞ്ചഭൂതങ്ങളായിട്ട് മാറി. അപ്പോൾ ഈ പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും അവസാനമുള്ള ഭൂമി തത്വമാണ് നമ്മൾ ഇന്ദ്രിയങ്ങളുടെ തലത്തിലൊക്കെ നിന്നിട്ട് അറിയുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ചുരുക്കി പറയുകയാണ് ഞാനിപ്പം. ഇത് മുമ്പ് ഞാൻ ബോർഡ് വരച്ച് ഗ്രാഫിൽ വരച്ച് കാണിച്ചു തന്നാണ്. ആ ഗ്രാഫ് ഒന്ന് എടുത്ത് നോക്കിയാൽ ഓർമ്മ വരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണുമ്പോൾ, ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു വസ്തുവിനെ നമ്മൾ കാണുകയാണ്. അപ്പോൾ വസ്തുവിനെ നമ്മൾ കാര്യം എന്ന് പറയും. അതിന് കാരണമായിട്ട് എന്താ ഉള്ളത്? കാരണം എന്ന് പറഞ്ഞാൽ റീസൺ എന്നർത്ഥമല്ല. ഏതൊന്നിനെ ആശ്രയിച്ചിട്ടാണോ അത് നിൽക്കുന്നത് അതിനാണ് കാരണം പറയും. ഇപ്പോൾ സ്വർണവും ആഭരണവും പറയുന്ന പോലെ ഒരു ആഭരണം കാര്യമാണ്, സ്വർണം കാരണമാണ്. അപ്പോൾ കാര്യത്തിൽ നിന്ന് കാരണത്തിനെ നീക്കണം, അപ്പോൾ ആ കാര്യം ഇല്ലാണ്ടാവും. മോതിരം ഉണ്ട്, മോതിരത്തിൽ നിന്ന് സ്വർണത്തിനെ നീക്കി കഴിഞ്ഞാൽ മോതിരം ഇല്ലാണ്ടാവും. അപ്പം മോതിരമായിട്ട് കാണപ്പെട്ടത് സ്വർണമാണ്. ഇതാണ് ഈ തിയറി. അപ്പോൾ നമ്മളൊരു വസ്തുവിനെ കണ്ടു, അതായിട്ട് കാണപ്പെടാൻ എന്താ കാരണം? നമ്മൾ അതിൻ്റെ ബാക്കിലേക്ക് പോവുകയാണ് അന്നേരം. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ പഞ്ചഭൂതങ്ങളായി കാര്യം. പഞ്ചഭൂതങ്ങൾ എവിടെ നിന്ന് വന്നു? അതിൻ്റെ കാരണം എന്താണ്? അപ്പോൾ നമ്മൾ തമസിലേക്ക് എത്തും. തമോ ഗുണം. തമോ ഗുണം കാര്യമാവുമ്പോൾ തമോ ഗുണം എവിടെ നിന്ന് വന്നു? തമോ ഗുണത്തിൻ്റെ കാരണം എന്താണ് എന്നാലോചിക്കുമ്പം മായയായി. അപ്പം മായ കാര്യമായി. മായ എവിടെ നിന്ന് വന്നു എന്ന് ചോദിക്കും. അപ്പം നമ്മൾ മായയിൽ നിന്നും ബ്രഹ്മത്തിലേക്ക് എത്തും. ഇങ്ങനെയാണ് കാര്യകാരണ സിദ്ധാന്ത പ്രകാരം സൃഷ്ടിയെ അനലൈസ് ചെയ്യുന്നത്. അങ്ങനെ അനലൈസ് ചെയ്ത് എത്തുന്നതാണ് അവസാനം ബ്രഹ്മം. അപ്പോൾ ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്നറിയുമ്പോൾ നമ്മൾ ആ എക്സിന് 5 മാർക്ക് കൊടുത്ത് വില പറഞ്ഞതുപോലെ സൃഷ്ടിയായിട്ട് കാണപ്പെട്ടത് മുഴുവൻ ബ്രഹ്മമാണെന്ന് ബോധിക്കും. പിന്നെ ബ്രഹ്മമുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് സൃഷ്ടി പ്രക്രിയ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇതുപോലെ താഴെ നമ്മൾ പല നദികളും കാണുമ്പോൾ പർവ്വതത്തിൻ്റെ മുകളിൽ പെയ്ത മഴ ഒന്നാണ് എന്ന് പറയുന്നത് പോലെ ഓരോ വസ്തുവിനെ കാണുമ്പോഴും അതിൻ്റെ സ്രോതസ്, അതിൻ്റെ ഉൽപ്പത്തി സ്ഥാനം എവിടെ എന്ന് അന്വേഷിച്ചിട്ട് പോകണം. അപ്പോൾ നമ്മൾ ബ്രഹ്മത്തിൽ എത്തിച്ചേരും. ഇങ്ങനെയാണ് ജ്ഞാനിയുടെ തലത്തിലേക്ക് എത്തിച്ചേരുക. ആത്മാന്വേഷണം,
എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ വിചാരമാർഗം, ആത്മാന്വേഷണം എന്നൊക്കെ പറയാം. അപ്പോൾ ഇത് ഈ തലത്തിലുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എത്തുക. ഒരു വിചാരമാർഗത്തിലൂടെ നമ്മൾ എത്തിച്ചെന്ന എല്ലാം ആത്മാവ് എന്നാണ് ബോധിക്കുന്നത്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഭക്തിയുടെ നല്ല ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം ഭഗവാനാണെന്ന് ബോധിക്കുന്നത്. അപ്പോൾ രണ്ടാളും ജ്ഞാനിയും ഭക്തനും എത്തിച്ചേരുന്നത് ഒരു തലത്തിലാണ്. ഇത് രണ്ടും വേറെ വേറെ ആക്കാൻ പറ്റില്ല, പരസ്പരം അനുപൂരകങ്ങളാണെന്ന് പറയാം. ഒന്നിനെ സപ്പോർട്ട് ചെയ്തും കൊണ്ടേ മുന്നോട്ട് പോവുള്ളൂ. അപ്പം ജ്ഞാനിയും ഭക്തനും തമ്മിൽ അങ്ങനെ എതിർപ്പൊന്നുമില്ല. ഏറ്റവും വലിയ ജ്ഞാനികളാണ് ഏറ്റവും നല്ല ഭക്തി കാവ്യങ്ങളും കൂടി എഴുതിയത്. ഏറ്റവും നല്ല ഭക്തനാണ് ഈ വേദാന്തം എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് തമ്മിലൊന്നും അറിവിൻ്റെ തലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ വ്യത്യാസമില്ല. ഇതും കൂടി നമ്മൾ ഓർമ്മിക്കണം. അടുത്ത മന്ത്രം 15ാമത്തെ മന്ത്രം. യദോദകം ശുദ്ധേ ശുദ്ധം ആസിക്തം താദൃഗേവ ഭവതി ഏവം മുനേർവിജാനതി ഏവം മുനേർവിജാനതഃ ആത്മാ ഭവതി ഗൗതമ. എപ്രകാരം ശുദ്ധമായ ജലത്തിൽ മഴവെള്ളം വീണാൽ ആ ശുദ്ധജലം അശുദ്ധമാവാതിരിക്കുന്നുവോ അതുപോലെ ഗൗതമഗോത്രജനായ ഹേ നചികേതസേ, ആത്മജ്ഞാന സമ്പന്നനായ മഹാത്മാവിന് ആത്മാവ് ബ്രഹ്മമായിത്തീരുന്നു. ജീവനും ബ്രഹ്മവും കൂടി ഒന്നായി ചേരുന്ന അവസ്ഥയെക്കുറിച്ചാണ് ഇത് പറയുന്നത്. ജീവൻ എന്ന ഭാവത്തിൽ നമ്മൾ അനുഭവിക്കുന്നത് നമ്മളുടെ നിത്യജീവിതത്തിലെ അനുഭവം അത് ബ്രഹ്മമാണ്, ജീവഭാവത്തിൽ. അതാണ് ഇപ്പോൾ പറഞ്ഞത്. അങ്കുഷ്ടമാത്ര പുരുഷനെ നമ്മളവിടെ ധ്യാനിക്കാൻ പറഞ്ഞു. അങ്ങനെ ഏതൊരു രൂപത്തിനെയാണോ ധ്യാനിക്കുന്നത് ആ ആത്മാവ് തന്നെയാണ് പരമാത്മാവ്. അപ്പോൾ ഇവിടെ എപ്രകാരം ശുദ്ധജലത്തിൽ മഴവെള്ളം വീണ് അതും അശുദ്ധമാവുന്നില്ല, രണ്ടും ശുദ്ധജലം ആയത് കാരണം ലയിച്ച് ഒന്നായി ചേരുന്നുവോ അതുപോലെ ജീവാത്മാവും പരമാത്മാവും ഒന്നായി ചേരുന്നു. അറിവിൻ്റെ തലത്തിൽ നമ്മൾ ഉയരുമ്പോൾ, ആത്മസാക്ഷാത്കാരം എന്ന അവസ്ഥയിലെത്തുമ്പോൾ ജീവഭാവം ബ്രഹ്മത്തിൽ ലയിക്കുന്നു. പിന്നെ ജീവഭാവം ഇല്ല, എല്ലാം ഒന്നായി ചേരുന്നു. അപ്പോൾ എന്താണ്? അറിവില്ലായ്മ കൊണ്ട്, അജ്ഞാനം കൊണ്ടാണ് പലതായിട്ടുണ്ട് എന്ന് തോന്നി, ഭിന്നത്വം തോന്നി, സംസാര ദുഃഖമുണ്ടായി. ഇതൊക്കെ സാധന ചെയ്ത് എല്ലാം ഏകമാണ് എന്നറിഞ്ഞ് എന്നിലെ ജീവഭാവം യഥാർത്ഥത്തിൽ അജ്ഞാനമാണ് എന്നറിഞ്ഞ് ആത്മാവിൽ ലയിക്കുമ്പം പിന്നെ ജീവഭാവം ഇല്ല, ആത്മാവ് മാത്രമേ ഉള്ളൂ എന്നപ്പോഴാണ് ബോധിക്കുക. അതാണ് മഴവെള്ളം വന്ന് ലയിക്കുന്നു എന്ന് പറഞ്ഞത്. നല്ലൊരു ഉദാഹരണമാണ്. അവിടെ പിന്നെ പ്രശ്നമില്ല. അപ്പം ജീവത്വം എന്നുള്ളത് അജ്ഞാനമാണ്, അത് ആത്മാവിൽ ലയിക്കണം. അപ്പോൾ അജ്ഞാനം മാറണം, ചുരുക്കി പറഞ്ഞാൽ. ആ അവസ്ഥയിൽ പിന്നെ ജീവത്വം ഇല്ല. നമ്മൾ ബ്രഹ്മം, അഹം ബ്രഹ്മാസ്മി എന്ന അവസ്ഥയിലാണ് അന്നേരം. ദേഹബുദ്ധിയിൽ നിന്നും ആത്മബുദ്ധിയിലേക്ക് മാറും. ഇവിടെ ജീവൻ ആണ് ശുദ്ധജലം, അത് ആത്മാവെന്ന ഇതിൽ വന്നു വീഴണം. അതാണ് പറഞ്ഞിരിക്കുക. അപ്പോൾ ആത്മാവിൽ ലയിക്കും. എങ്ങനെയാ പറയാ? ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭവതി എന്ന് പറയാം. ബ്രഹ്മത്തെ അറിഞ്ഞവൻ ബ്രഹ്മം തന്നെയായിരിക്കും. ഇപ്പം അയാളൊരു ഇപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലുള്ള ആളാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു നായർ കമ്മ്യൂണിറ്റിയുള്ള ഒരാളാണ്. അയാളുടെ ഉള്ളിൽ മുഴുവൻ നായർ ഭാവമാണെങ്കിൽ അയാൾ തന്നെ നായരായിട്ട് മറ്റുള്ളവർ അന്യനായിട്ട് കാണും. പക്ഷെ അതൊക്കെ മാറി അയാൾ ആ ജാതി ചിന്തയും എല്ലാം വിട്ടു, എല്ലാവരും മനുഷ്യരാണ് എന്ന തലത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞാലോ പിന്നെ അയാൾക്ക് ജാതിയില്ല, അതെല്ലാം മനുഷ്യനാണ് എന്ന് പറയുന്നു. ആ ഭാവത്തിലേക്ക് അയാൾ എത്തും. ഈ കമ്മ്യൂണിറ്റി ഈ ഭാവം വിട്ടു, മനുഷ്യൻ്റെ ഭാവം വിട്ടു, അയാളുടെ ഉള്ളിൽ ഞാൻ ആത്മാവാണ് എന്ന് ബോധിച്ചു കഴിഞ്ഞാലോ പിന്നെ അയാൾ ആത്മാവ് തന്നെ, അയാൾ എല്ലായിടത്തും അതേ കാണുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ ഉള്ളിൽ ഏത് ഭാവത്തിലാണോ ഏത് അറിവിലാണോ നമ്മൾ ഉറച്ചിരിക്കുന്നത് നമ്മളുടെ പ്രവൃത്തിയിലും എല്ലാത്തിലും അത് തന്നെയാണ് കാണുള്ളൂ, അതാണ് പ്രകടമാവുക. അതുകൊണ്ടാണ് ബ്രഹ്മത്തിൽ ലയിച്ച ആൾ വീണ്ടും അയാൾ ബ്രഹ്മം തന്നെയായി മാറുന്നു എന്ന് പറഞ്ഞത്. അയാൾക്ക് ബ്രഹ്മമായിട്ട് മാറേണ്ട യാതൊരു ഇതില്ല, കാരണം അയാൾ ആദ്യ ബ്രഹ്മം തന്നെയാണ്. അയാളുടെ അറിവില്ലായ്മ കൊണ്ടാണ് അയാൾ ഞാൻ ബ്രഹ്മത്തിൽ നിന്ന് അന്യമാണ്, ഇല്ലെങ്കിൽ സംസാരിയാണ്, ജീവനാണ് എന്നൊക്കെ തോന്നിയത്. അപ്പോൾ ഇവിടെ ഈ മന്ത്രം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ ജീവൻ എന്ന് പറഞ്ഞൊരു സാധനം
സെപ്പറേറ്റ് ആയിട്ട് വേറെ വേറെ ആയിട്ടില്ല, എല്ലാം ഒന്നു തന്നെ. പക്ഷെ ആത്മാവിന് ദേഹവുമായിട്ടുള്ള സംബന്ധം കാരണം ജീവനായിട്ട് തോന്നി അല്ലെങ്കിൽ പറയപ്പെട്ടു അജ്ഞാനം. ഇതാണ് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ ഈ തലത്തിൽ എത്തിക്കഴിഞ്ഞാൽ ജനന മരണങ്ങളൊന്നുമില്ല. ഇവിടെ ഇപ്പം നചികേതസിൻ്റെ ആദ്യത്തെ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം ഇനി വരാൻ പോകുന്നുള്ളൂ. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾ എന്ത് കാണുന്നു അത് പറഞ്ഞു തരും. അല്ല, നിങ്ങളല്ല, അത് നമ്മുടെ നാടൻ ഭാഷയിൽ പോയി. നചികേതസിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ യമധർമ്മനോട് ചോദിച്ചാൽ അങ്ങ് എന്ത് കാണുന്നുവോ, മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത എന്താണ് അങ്ങ് കാണുന്നത്, അതെനിക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പം ഇവിടെ പരമാത്മാവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ഒരു സംഭവമുണ്ട്, അതിലാണ് എല്ലാം ഇരിക്കുന്നത്, അത് തന്നെയാണ് എല്ലാം. അപ്പം നമ്മളൊക്കെ വേറെ വേറെ ആയിട്ട് തോന്നുന്ന അജ്ഞാനമാണ്. ഈ അജ്ഞാനത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ അതിൽ ലയിക്കണം, അതാണ് ബ്രഹ്മം. അങ്ങനെയായിട്ട് മാറൂ എന്ന് പറഞ്ഞു. ഇതോടുകൂടി 2-ാം അധ്യായത്തിലെ 1-ാമത്തെ വല്ലി പൂർണ്ണമായി. അതായത് 6 അധ്യായത്തിലെ 4 അധ്യായം പൂർണ്ണമായി. ഇനി നമ്മൾ 2-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ വല്ലി, ദ്വിതീയ വല്ലി എന്ന് പറയും, അത് തുടങ്ങാം. അതും ഇതുമായിട്ട് ബന്ധപ്പെട്ട മന്ത്രങ്ങൾ തന്നെയാണ്. വളരെ രസകരമായിട്ടുള്ള മന്ത്രങ്ങളാണ് ഇവിടുന്ന്. ഇതൊക്കെ ഒരുപാട് ആലോചിക്കാനുള്ളതാണ്. നമ്മളുടെ നിത്യജീവിതത്തിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങളുമാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത്രയും കാലം ഞാൻ ഇതൊന്നും ആലോചിക്കാഞ്ഞേ എന്ന് തോന്നും. ദ്വിതീയ വല്ലിയിലെ ആദ്യത്തെ മന്ത്രം നോക്കാം. പുരമേകാദശദ്വാരം അജസ്യാവക്രചേതസഃ അനുഷ്ഠായന ശോചതി വിമുക്തശ്ച വിമുച്യതേ. വിശുദ്ധ ജ്ഞാന സ്വരൂപനായ ഈശ്വരന് 11 കവാടങ്ങളോടുകൂടിയ ഒരു നഗരമുണ്ട്. നമ്മുടെ ശരീരത്തിനെ കുറിച്ചാണ് പറയുന്നത്. 11 ദ്വാരങ്ങളുള്ള ഈ ദേഹത്തിനെ ഒരു നഗരമായിട്ട് നമ്മൾ സങ്കല്പിക്കുകയാണെങ്കിൽ ഇതിനകത്തെ ചക്രവർത്തിയാണ് ഈശ്വരൻ. ശരീരത്തിനകത്തെ ചക്രവർത്തി. ചക്രവർത്തി എന്ന് പറയുമ്പോൾ എല്ലാ അധികാരവും ആ ചക്രവർത്തിക്കുള്ളതാണ്, ഈ നഗരത്തിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ഈ ശരീരത്തിലെ ചക്രവർത്തിയാണ്. പക്ഷേ ശരീരത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് അതിന് ചക്രവർത്തി, അതായത് ആത്മാവിന് ദുഃഖങ്ങളൊന്നുമില്ല. ഇങ്ങനെ ആത്മാവാണ് ഞാൻ എന്നറിയുന്ന ആള് ജീവൻ മുക്താവസ്ഥയെ പ്രാപിക്കുന്നു. ജീവൻ മുക്താവസ്ഥയെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ സംസാരത്തിൻ്റെ ബന്ധനത്തിൽ നിന്നൊക്കെ മുക്തനാകുന്നു. അങ്ങനെയുള്ള ആളാണ്, അതായത് ആ ജീവൻ മുക്താവസ്ഥയിലേക്ക് എത്തുന്ന ജീവാത്മാവ് തന്നെയാണ് പരമാത്മാവ് എന്ന് പറയണം. ഇനിയിപ്പോൾ എനിക്ക് ജീവനുണ്ടോ എന്ന് നമ്മളൊന്ന് ചോദിച്ചാൽ മതി. നമ്മൾ ഈ 11 ദ്വാരങ്ങളുള്ള ശരീരമാണ് ദേഹം. അത് 7 ദ്വാരങ്ങൾ മുഖത്ത്, 2 കണ്ണും പിന്നെ 2 ചെവി, 2 നാസാദ്വാരങ്ങൾ, വായ. അതാണ് 7 ആൾക്കാർ. പിന്നെ എന്തൊക്കെയാണ്? പിന്നെ വിസർജ്യം, അത് 2 ദ്വാരങ്ങൾ. അപ്പോൾ എത്രയും 9ആയി. പിന്നെ നാഭി ദ്വാരമാണോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഗർഭാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ദ്വാരമാണ്. അമ്മയുടെ ശരീരത്തിൽ നിന്ന് പോഷക വസ്തുക്കളൊക്കെ അതിൽ കൂടിയാണ് വരുന്നത് ശരീരത്തിനകത്തേക്ക്. അപ്പോൾ അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, ആ ഗേറ്റാണ്. പിന്നെ 11ാമത്തെ ഗേറ്റ് യോഗികൾക്കൊക്കെ അറിയാൻ പറ്റുള്ളൂ. ബ്രഹ്മരന്ധ്രം എന്ന് പറയും, മൂർധാവിലാണത്. അപ്പോൾ അതിൽ കൂടിയാണ് പ്രാണശക്തി വരുന്നത് പോകുന്നത് എന്നൊക്കെയാണ് സങ്കല്പം. അപ്പോൾ അങ്ങനെ 11 ദ്വാരങ്ങളുള്ള ഗേറ്റുള്ള ഒരു സിറ്റിയാണ് ഈ ശരീരം എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനൊരു അധിപനുണ്ട്, അതാണ് ജീവൻ. അങ്ങനെ ഈ ജീവൻ എന്താണ് എന്ന് സാക്ഷാത്കരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് തന്നെയാണ് പരമാത്മാവ്. അപ്പോൾ ഹൂ ആം ഐ, ഞാൻ ആരാണ് എന്നാണ് ചോദിക്കേണ്ടത് ആദ്യം. ഈ അവസ്ഥാത്രയങ്ങൾക്കൊക്കെ സാക്ഷിയായിട്ട്, കാലത്തിനൊക്കെ സാക്ഷിയായിട്ട് എന്നിലുള്ള ഞാൻ ആരാണ്? ഈ ഒരു സ്ഥലത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ആ അന്വേഷണത്തിൻ്റെ അവസാനം ജീവ ബ്രഹ്മ ഐക്യം. ഇതാണ് ലക്ഷ്യം. എല്ലാ ആരാധനയുടെയും എല്ലാ അന്വേഷണത്തിൻ്റെയും അവസാനം ഇവിടെയാണ്. അതുകൊണ്ടാണ് ഇത് നമ്മൾ നിത്യജീവിതത്തിലുള്ളതാണ്. നമ്മൾ പുറത്തൊന്നും പോയിട്ട് നോക്കേണ്ട ഒരാവശ്യവുമില്ല. ആത്മാവ് എവിടെയെന്ന് ചോദിച്ചാൽ ഇതിനെല്ലാം സാക്ഷിയായിട്ടുള്ള ഞാൻ ആരാണ് എന്ന് അന്വേഷിച്ചാൽ മതി. ആ ഞാനുണ്ടല്ലോ എപ്പോഴും. എൻ്റെ അവസ്ഥാത്രയങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ഞാൻ ആരാണ്, ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ ആത്മാവിലേക്ക് എത്തും, പരമാത്മാവിലേക്ക് എത്തും. ആരാ പറയുന്നത്? യമധർമ്മനാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ആൾ. അപ്പോൾ അത് നമ്മൾ അതുപോലെ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് കിട്ടുകയാണ്.
അപ്പോൾ അത് നമ്മളത് അതുപോലെ ഉൾക്കൊള്ളണം. ഇതൊന്നും കേൾക്കാൻ നല്ല രസമുണ്ട്, കേട്ട് കണ്ടിന്യൂ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല ഉറക്കം വരും എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. തത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ്. പണ്ട് ഒരു നാട്ടിൽ കുറേ കാലം മഴ പെയ്തില്ല. അപ്പോൾ അവിടെ ഭയങ്കര വരൾച്ചയായി. അപ്പോൾ രാജാവ് ഒരു യാഗം ചെയ്ത് മഴ പെയ്യിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവിടെയൊക്കെ വിളംബരം ചെയ്തു. ജനങ്ങളോട് പറഞ്ഞു, ഇവിടെ യാഗമുണ്ട്, എല്ലാവരും വരണം, എല്ലാവരും പങ്കെടുക്കണം, പ്രാർത്ഥിക്കണം, എന്നാലൊക്കെ ഇവിടെ മഴ പെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു. മഴ പെയ്യ്ക്കാനുള്ള യാഗമാണ്. അങ്ങനെ എല്ലാവരും യാഗത്തിന് പോയി. ഒരു കുട്ടി മാത്രം കുടയെടുത്തിട്ട് പോയി. അപ്പോൾ എല്ലാവരും അവനെ കളിയാക്കി, ഇവിടെ അല്ലെങ്കിലേ മഴയില്ല, നീ ഈ കുടയും കൊണ്ട് എങ്ങോട്ടാണ് പോകണം. അപ്പോൾ ആ കുട്ടി പറഞ്ഞത്, മഴ പെയ്യിക്കാനാണല്ലോ ഈ യാഗം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യാഗം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ മഴ പെയ്യില്ലേ, അപ്പോൾ കുട വേണ്ടേ? അതാണ് ആ കുട്ടിയുടെ വിശ്വാസം. അതേപോലെ വേണം. ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് കേൾക്കുമ്പോൾ നമുക്ക് അതെല്ലാം അങ്ങോട്ട് വിശ്വാസം വേണം. രാമനാമത്തിൻ്റെ ബലം കൊണ്ടാണ് ഈ കടൽ കടക്കുക. അങ്ങനെ ഒരു കഥയുണ്ട്. വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ പോകുമ്പോൾ ഒരു മന്ത്രം എഴുതി കൊടുത്തു ഗുരു ശിഷ്യന്. അപ്പോൾ പറഞ്ഞു, ഇത് കൈ പിടിച്ചിട്ട് പോയാൽ മതി, അപ്പോൾ നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെ ആൾക്കാർ നടക്കുന്നത് കണ്ട് നല്ല എന്താ പറയുക, ശരണാഗതിയുള്ള ഒരു ശിഷ്യൻ നടന്നു പോകുന്നുണ്ട്. അപ്പോഴും മറ്റേ ശിഷ്യൻ പറഞ്ഞു, എനിക്ക് നടക്കണം ഒക്കെ. അങ്ങനെ ഇത് എഴുതി കൊടുത്തു. അയാൾ നടക്കാൻ തുടങ്ങി. വെള്ളത്തിൻ്റെ നടുക്കെത്തിയപ്പോൾ അയാൾക്കൊരു തോന്നൽ വന്നു, ഇതൊന്ന് തുറന്നു നോക്കിയാലോ, ഇതിപ്പോൾ എന്താ ഇതിനകത്ത് എഴുതിയതെന്ന്. അങ്ങനെ ഇയാൾ മന്ത്രം എഴുതിയ കടലാസ് ഒന്ന് തുറന്നു നോക്കി. അപ്പോൾ അതിനകത്ത് രാമനാമം എഴുതിയിട്ടുണ്ട്, ജയ് ശ്രീരാം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം മനസ്സ്, ഓ ഇത്രയേ ഉള്ളായിരുന്നു കാര്യം, ഇതാണോ എന്ന് വെച്ചാൽ അത് മനസ്സിലാ സംശയം വരലിട്ടും വെള്ളത്തിൽ താഴ്ന്നു പോയി ആൾ. അപ്പോൾ വിശ്വാസമാണ് എല്ലാം. അപ്പോൾ ഇങ്ങനെ ഒരു തത്വം പറഞ്ഞു തന്നു, ആ തലത്തിലേക്ക് എത്താൻ പറ്റുമെന്നും പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മളത് 100% ഉൾക്കൊള്ളണം. ഇതില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കൺഫ്യൂഷനിലാവും. ഇപ്പം നമ്മൾ ലളിതാ സഹസ്രനാമം സ്ഥിരമായിട്ട് ചെല്ലുന്നുണ്ട്, ഇല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ചെല്ലുന്നുണ്ട്, ഗണപതി അഥർവശീർഷം ചെല്ലുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഫലശ്രുതിയിൽ സകല ദോഷങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഇത് രക്ഷിക്കുമെന്നും പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ആ ഫലശ്രുതിയിൽ വിശ്വസിച്ചിട്ടില്ല ഇതുവരെ. സകല ദോഷങ്ങളിൽ നിന്ന് അത് രക്ഷിക്കുമെങ്കിൽ പിന്നെ അതുപോരെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കുറേ ഗണപതിയെ വിളിക്കും, കുറേ വിഷ്ണുവിനെ വിളിക്കും, കുറേ ഭഗവതീനെ വിളിക്കും. എന്നിട്ട് പറയും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ നാമം ചൊല്ലിട്ടാണ് നടക്കണേ, എൻ്റെ പ്രശ്നമൊക്കെ പ്രശ്നമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കാരണം എന്താണ്? ഈ പറഞ്ഞതിൽ നമ്മൾ വിശ്വാസമില്ല, അവിടെ പറ്റി. അപ്പം ഇവിടുന്ന് ഒരു ഗുരു ഒരു ഉപദേശം തരുമ്പം നമ്മൾ ആലോചിക്കണം, നചികേതസിനെ പോലെ ഉത്തമനായ ഒരു ശിഷ്യന് കിട്ടിയ യമധർമ്മൻ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ ഉത്തമനായ ഒരു ഗുരുവിൽ നിന്ന് ഉത്തമനായ ഒരു ശിഷ്യന് കിട്ടിയ ഉപദേശമാണ് നമുക്ക് അതേപടി കിട്ടുന്നത്. അപ്പോൾ ഇതിനൊരു പുസ്തകം വായിക്കുന്നത് പോലെയോ ഒരു എൻ്റർടൈൻമെൻറ്റ് പോലെയോ ആക്കരുത്. ജീവനെ മുക്താവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള മന്ത്രങ്ങളൊക്കെയാണ് പറഞ്ഞു തരുന്നത്. അതേ രീതിയിൽ വേണം അതിനെ ഉൾക്കൊള്ളാൻ. അപ്പോൾ ഈ ശരീരത്തിനകത്തിരിക്കുന്ന ജീവാത്മാവിനെ കുറിച്ച് പറഞ്ഞു, അത് തന്നെയാണ് പരമാത്മാവ് എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തോന്നും, പരമാത്മാവ് ശരീരത്തിനകത്ത് മാത്രമാണോ? ശരീരത്തിൻ്റെ പുറത്തേക്ക് പരമാത്മാവില്ലേ? മുമ്പൊക്കെ തന്നെയാണ്, എല്ലാം ഇത് തന്നെയാണ് എന്നാണല്ലോ പറഞ്ഞത് എന്ന് തോന്നും. ഇതാണ് രണ്ടാമത്തെ മന്ത്രത്തിൽ വിശദീകരിച്ച് തരുന്നത്. കുറച്ച് വലിയ മന്ത്രമാണ്. ഹംസ സുജിഷത് വസുരന്തരീക്ഷസത് ഹോതാ വേദിഷത് അതിഥിർ ദുരോണസത് നൃഷത് വരസ്യ ധൃതസത് വ്യോമസത് അബ്ജാ ഗോചാഋതച അദ്രിജാഋതം ബൃഹത്. കുറച്ച് ബുദ്ധിമുട്ടുള്ള മന്ത്രമാണ് ഇത്. നമ്മൾ വായിക്കുമ്പം മുറിച്ച് വായിക്കണം. പറഞ്ഞിരിക്കുന്നത് അന്തരീക്ഷത്തിൽ പഞ്ചഭൂതങ്ങളായിട്ട് ഈ വ്യാപിച്ചിരിക്കുന്നത് മുഴുവൻ പരമാത്മാവാണ്. പരമാത്മാവ് ഇത് ഈ അലങ്കാരിക ഭാഷയിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് വായിക്കാം ആദ്യം. പരമാത്മാവ് വിശുദ്ധിയിൽ സ്ഥിതി ചെയ്യുന്ന സ്വയം പ്രകാശമാണ്. അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന വസു എന്ന ദേവനാണ്. ഗൃഹത്തിൽ ഉപസ്ഥിതനായ അതിഥിയും കലശത്തിൽ നിക്ഷിപ്തമായ സോമനുമാണ്. യജ്ഞാഗ്നിയുടെ വേദിയിൽ പ്രതിഷ്ഠനായ അഗ്നിയിൽ ആഹുതി ചെയ്യുന്ന ഹോതാവാണ്. എല്ലാ മനുഷ്യരിലും മനുഷ്യരെക്കാൾ വിശിഷ്ടരായ ദേവന്മാരിലും സ്ഥിതി ചെയ്യുന്നവനാണ്. സത്യത്തിലും ആകാശത്തിലും വ്യാപിച്ചു നിൽക്കുന്നവനാണ്. വെള്ളത്തിൽ ജീവികളായിട്ടും ഭൂമിയിൽ സകലവിധ സസ്യലതാദികളായിട്ടും പ്രത്യക്ഷപ്പെടുന്നവനാണ്. സപ്തകർമ്മങ്ങളുടെ ഫലരൂപമായി ആവിർഭവിക്കുന്നവനാണ്. പർവ്വതങ്ങളിൽ നിന്ന് നാനാ നദികളായി പ്രവഹിക്കുന്നവനാണ്.
എല്ലാറ്റിലും വെച്ച് മഹത്തായ സത്യവുമാണ്. ഇതാണ് മന്ത്രത്തിൻ്റെ അർത്ഥം പറഞ്ഞത്. ഇതെല്ലാം കൂടി നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇവിടെ ആത്മാവ് മാത്രമേ ഉള്ളൂ. സർവാത്മഭാവം എന്നാണ് പറയാം ഇതിൻ്റെ. ഈ മന്ത്രത്തിനെ ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കാനുള്ള അന്തരീക്ഷമായിട്ടും, അതായത് ആകാശമായിട്ടും വായുവായിട്ടും അഗ്നിയായിട്ടും ജലമായിട്ടും ഭൂമിയായിട്ടും ഈ ഭൂമിയിലുള്ള സകലതായിട്ടും ഇതിനകത്തുള്ള സകല കർമ്മങ്ങളായിട്ടുള്ളതും അതിൻ്റെ അനുഭവങ്ങളായിട്ടും എന്തൊക്കെയുണ്ടോ അതൊക്കെ ആത്മാവ് മാത്രമാണ്. അപ്പോൾ ഭഗവത്ഗീതയിൽ നമ്മളിത് വിഭൂതി യോഗത്തിൽ ഇത് കാണും. എന്തൊക്കെയുണ്ടോ അതൊക്കെ ആത്മാവാണ്. അത് തന്നെ ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. കഠോപനിഷത്തിൻ്റെ ഒരുവിധം ഭാഗങ്ങളൊക്കെ നമ്മൾ ഭഗവത്ഗീതയിലും കാണും. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ മന്ത്രത്തിൻ്റെ അർത്ഥം നമ്മൾ വേണ്ട വിധം, ഇപ്പോൾ ഈ കുട്ടി കൊട കൊണ്ടുപോയതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് കാണുമ്പോഴും നമുക്കതിൽ ഈശ്വരനെ ഓർമ്മ വരണം. അതൊക്കെ ഈശ്വരൻ്റെ വിഗ്രഹമാണ്. ഇപ്പോൾ നമ്മൾ ഈ എന്ത് ചൊല്ലല്ലേ, അതൊന്ന് കാണുമ്പോൾ അത് നാരായണ പ്രതിമ, ഇതൊക്കെ നമ്മൾ കാര്യമായിട്ട് ചൊല്ലും. പക്ഷെ അതിനെക്കുറിച്ചൊന്നും മനനം ചെയ്യലോ അല്ലെങ്കിൽ അതൊന്നും ജീവിതത്തിൽ പകർത്താനോ അനുഭവത്തിൻ്റെ തലത്തിൽ എത്തിക്കാനോ ശ്രദ്ധിക്കാറില്ല. ഇവിടെ സകലത്തിലും ആത്മാവ് മാത്രമേ ഉള്ളൂ എന്ന് വിസ്തരിച്ച് പറഞ്ഞു. ഓരോ ഏരിയന്ന് ഓരോന്ന് എടുത്തു വെച്ച് പറഞ്ഞു. വീടും വീട്ടിലിരിക്കുന്ന ആളും വീട്ടിലെ ഉപകരണങ്ങളും എല്ലാം ആത്മാവ് തന്നെയാണ്. വീട് ഈശ്വരനാണ് എന്ന് പറയുമ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമുക്കത് സത്യത്തിൽ ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും. ഒരു വീടുണ്ടാക്കിയിരിക്കുന്ന വസ്തുക്കൾ എന്തൊക്കെയാണ്? പഞ്ചഭൂതങ്ങളെ കൊണ്ട് മാത്രം അതൊക്കെ തന്നെയാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഈശ്വരനാണ് എന്ന് പറഞ്ഞാൽ ഈ കല്ലും മണ്ണും സിമൻറ്റും വെള്ളവും ഇതെല്ലാം കൂടി ചേർത്തിട്ട് വീടുണ്ടാക്കുന്നത്. വീടിനെ കാണുമ്പോൾ നമുക്ക് ഈശ്വരനായിട്ട് തോന്നണ്ടേ എന്ന് ചോദിച്ചാൽ ഒരു ജ്ഞാനിയുടെ അവസ്ഥയിൽ അത് ഈശ്വരൻ തന്നെയാണ്. ഓരോ വീടിനും ആത്മാവുണ്ടെന്നാണ് പറയാം. നമ്മൾ വീടിനൊക്കെ നന്നായിട്ട് നോക്കുക, പ്രാർത്ഥിക്കുക, വീടിനോട് നമുക്ക് സംസാരിക്കുകയൊക്കെ ചെയ്യാം. അതുപോലെ നോക്കിക്കഴിഞ്ഞാൽ വീടിൻ്റെ അനുഗ്രഹം ഉണ്ടാവും. പലരും പറയും ഈ വീട്ടിൽ വാസ്തു ശരിയല്ല, മറ്റേ ശരിയല്ല, മറിച്ചേ ശരിയല്ല, ഭൂതമുണ്ട്, ബാധയുണ്ട് എന്നൊക്കെ പറയും. അവർക്ക് ഈ തത്വം അറിയാത്തത് കൊണ്ട് അത് പറയുന്നുണ്ട്. വീടിനകത്തെ വായു ആത്മാവാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഭാഗത്ത് ഭൂതത്തിനോ വേറൊന്നിനും വന്ന് നിൽക്കാനുള്ള സ്ഥലമില്ല. പിന്നെ എവിടെ ഭൂതമുള്ളത്? അത് ആ വ്യക്തിയുടെ മനസ്സിലുള്ളത് നമ്മൾ പുറത്ത് കാണുള്ളൂ. അപ്പം ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഭൂതം ബാധയൊക്കെ ഉണ്ട് പറയുമ്പോൾ പറയുന്ന ആളുടെ മനസ്സിലാണ് എന്നും കൂടി ഓർമ്മിക്കണം. ഇതാലോചിക്കാം. സകലതും ഈശ്വരനാണ്, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. ഇതാണ് ലക്ഷ്യം സത്യമായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ തലത്തിലേക്ക് എത്തണം. എല്ലാ ജീവികളെ കാണുമ്പോഴും ഇത് ഓർമ്മ വരണം. അല്ലെങ്കിൽ ഒരു പ്രത്യേക ജീവി നമുക്ക് ഹറാമാണ് എന്നൊന്നും പറയുന്ന പോലെ ഹിന്ദുവിന് പറയാൻ പറ്റില്ല. കാരണം ഹിന്ദു ശാസ്ത്രം സകലത്തിലും ഈശ്വരനെ കാണുന്നുള്ളൂ. ഇപ്പം നമ്മളെ പൂജാവിധികളൊക്കെ നോക്കിയാൽ അറിയാം. പശുവിനെയും പൂജിക്കും, ആനയും പൂജിക്കും അല്ലേ. ഇപ്പം വേദസ്വരൂപം, നായയെ കാണുമ്പോൾ 4 നായ്ക്കളെ കാണുമ്പോൾ എന്താ പറഞ്ഞത്? അത് വേദങ്ങളാണ് എന്നാ പറയുന്നത്. ഇത് കൂടിയൊക്കെ നമ്മൾ സത്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് ഓരോ രൂപങ്ങളെയും എടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇതൊക്കെ ഈശ്വരൻ്റെ ധ്യാന രൂപമാക്കി മാറ്റാം. ഒന്നിനും മുകളിൽ താഴെ ഒന്നും പറഞ്ഞില്ല. ഇപ്പം നമ്മൾ ഭഗവത്ഗീത 9-ാം അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ടല്ലോ, എനിക്ക് പ്രിയമായിട്ടോ ഇല്ലെങ്കിൽ അപ്രിയമായിട്ടോ ഒന്നുമില്ല എന്ന് പറയുന്നത് പോലെ എല്ലാം ഞാൻ. അപ്പോൾ വിഭൂതി യോഗത്തിലേക്ക് എത്തിയാൽ പറയും ഇവിടെ ഞാൻ തന്നെയുള്ളൂ, എൻ്റെ പ്രകടനങ്ങളാണ് ഈ കാണുന്നതൊക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഗുരുവായൂരപ്പൻ വേറെ ഗണപതി വേറെ എന്നുള്ള സംശയമൊക്കെ കൊണ്ട് മാറിക്കിട്ടും. കല്യാണിലെ ഗണപതിയുടെ പൂജ നന്നാക്കാൻ വേണ്ടിയിട്ട് ടിറ്റുവാല ഗണപതിക്ക് പൂജ കഴിച്ച ആൾക്കാരുള്ള സ്ഥലമാണ് ഇപ്പോൾ. അപ്പോൾ അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവരെയാണ് ബാക്കി പലരും ഫോളോ ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ ജോക്ക്. ഇവരൊക്കെ കേമന്മാരാണെന്ന് പറഞ്ഞിട്ട് ഇവരെ പിന്നാലെയാണ് ബാക്കിയുള്ളവർ പോകുന്നത്. കഷ്ടമാണ് സ്ഥിതി. തത്വങ്ങൾ പഠിക്കാത്തതിൻ്റെയാണ് അന്ധമായിട്ട് ഓരോന്ന് ആരാധിച്ച് അതിൻ്റെ പിന്നാലെ പോകുന്നതൊക്കെ. ഇനിയെങ്കിലും ഇതൊക്കെ മാറണം. അപ്പം ശരീരത്തിനകത്ത് ആത്മാവായിരിക്കുന്ന ആ ചൈതന്യത്തിനെ കുറിച്ച് പറഞ്ഞു. അതുതന്നെയാണ് പുറത്തും ആത്മാവായിട്ടിരിക്കുന്നത്, വ്യാപിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ അകത്തും പുറത്തും, ഇവിടെ ശരിക്കും ആലോചിക്കാനുള്ളത് അകത്തും പുറത്തും ഒരേ തത്വമാണെങ്കിൽ പിന്നെ ഈ ഞാൻ എന്ന് പറയുന്ന ബൗണ്ടറി എവിടെ പോയി? നമ്മളിപ്പോൾ ഒരു കളർ കൊടുക്കുക, പരമാത്മാവിന് നമ്മളൊരു കളർ സങ്കല്പിക്കുക, ഒരു സ്വർണ്ണ കളർ വിചാരിക്കുക ധ്യാനിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ശരീരത്തിനകത്ത് മുഴുവൻ
വ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശരീരം മുഴുവൻ ഒരു ഗോൾഡൻ കളറായി എന്ന് മനസ്സിലിങ്ങനെ കാണാം. ശരീരത്തിന് പുറത്തും ആത്മാവാണ് എന്ന് പറഞ്ഞു. ശരീരത്തിന് പുറത്തും ഗോൾഡൻ കളർ കാണും. അപ്പോൾ പിന്നെ ഈ ദേഹം എവിടെ പോയി? ദേഹമില്ല. നമ്മൾ ഏതൊക്കെ വസ്തുവിനെ കാണുന്നോ അതൊക്കെ ഗോൾഡൻ കളറാക്കുക. അപ്പോൾ പിന്നെ അതേ ഉള്ളൂ. ഈ തത്വത്തിനെ നമുക്ക് ധ്യാനത്തിലേക്ക് മാറ്റണമെങ്കിൽ ഇതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ഓരോന്നിനും നമ്മൾ മാറ്റാൻ തുടങ്ങുമ്പോൾ ഈശ്വര ദർശനം എന്ന തലത്തിലേക്ക് എത്തുന്നത്. ഇപ്പം ഇങ്ങനെ നമ്മളൊരു ഉദാഹരണത്തിൽ ഇപ്പോൾ ഈ ഒരു ഗോൾഡൻ കളർ കാണുന്ന കാര്യം പറഞ്ഞു. അതൊക്കെ ദൃശ്യമാണ്. ദൃശ്യം എന്ന് പറഞ്ഞാൽ കാണപ്പെടുന്നത്. കാണപ്പെടുന്നതൊന്നും കാണുന്നവനല്ല, സാക്ഷി വേറെയാണ്. അപ്പോൾ നമ്മൾ സാക്ഷിയെയും ഗോൾഡൻ കളറാക്കുക. അപ്പോൾ എന്തായി? സാക്ഷി തന്നെയാണ്, അതായത് ദ്രഷ്ടാവ് തന്നെയാണ് ദൃശ്യമായി മാറിയത്. മനസ്സിലാവും? അതാണ് സകലത്തിലും ഈശ്വരനാണ്. നമുക്ക് ധ്യാനിക്കാൻ എളുപ്പമാണ് അങ്ങനെ നോക്കുമ്പോൾ. സർവം ബ്രഹ്മമയം, ആ തലത്തിലേക്ക് എത്താൻ സാധിക്കും. മൂന്നാമത്തെ മന്ത്രം നോക്കാം. ഊർധ്വം പ്രാണമുന്നയതി അപാനം പ്രത്യഗസ്യതി മധ്യേ വാമനമാസീനം വിശ്വേ ദേവ ഉപാസതേ. പ്രാണാപാന വായുക്കളെ കുറിച്ചാണ് പറഞ്ഞത്. പ്രാണാപാന വായു ഉദാഹരണം മാത്രമാണ്. പഞ്ചപ്രാണങ്ങൾ, പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇതാണ് 5 വായുക്കൾ. അതായത് നമ്മുടെ ശരീരത്തിലെ പ്രാണശക്തി 5 വിധത്തിൽ ചലിക്കുന്നു. ഓരോ ചലനത്തിനും ഓരോ പേരാണ്. പഞ്ചപ്രാണന്മാർ എന്നാ പറയാം. അപ്പോൾ ഇത് മുകളിലേക്കും താഴേക്കും ചലിച്ചുകൊണ്ടിരിക്കുന്നു, പ്രാണനും അപാനനും. അപ്പോൾ ഇത് ഉണ്ടായ അന്ന് മുതൽ നമ്മുടെ ശരീരം ചലിക്കാൻ തുടങ്ങി. ശരീരത്തിൻ്റെ ചലനങ്ങളും ശരീരത്തിലെ സകല ചലനങ്ങളും പ്രാണചലനങ്ങളെ കൊണ്ടാണ് ഉണ്ടാവുന്നത്. പക്ഷേ ഈ പ്രാണചലനം ആരെ ആശ്രയിച്ചിട്ടാണോ നിൽക്കുന്നത് അതാണ് ആത്മാവ്. പ്രാണചലനം നിന്ന് കഴിഞ്ഞാൽ ദേഹം ഇല്ലാണ്ടാവും. പക്ഷേ അപ്പോഴൊരു ചോദ്യം പറഞ്ഞാൽ പ്രാണനെ ആര് ചലിപ്പിക്കുന്നു എന്നുള്ളതാണ്. പ്രാണശക്തി. ഈ പ്രാണശക്തിയെക്കുറിച്ച് പ്രശ്നോപനിഷത്തിൽ പറയുന്നുണ്ട്. പ്രാണശക്തി ഉള്ളതുകൊണ്ടാണ് ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കുന്നത്. പണ്ട് ഇന്ദ്രിയങ്ങൾ തമ്മിൽ വഴക്കുണ്ടായിരുന്നു, ഞാനാ വലുത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ പ്രാണൻ ഇറങ്ങിപ്പോയിരുന്നു ശരീരത്തിൽ നിന്ന്. പ്രാണൻ ഇറങ്ങിപ്പോയപ്പോൾ ഇന്ദ്രിയങ്ങൾക്കൊക്കെ പിന്നാലെ പോകേണ്ടി വന്നു. നിവൃത്തിയില്ല എന്ന് പറഞ്ഞാൽ കഥാരൂപത്തിലാണ് പറഞ്ഞത്. പ്രാണചലനം ഉണ്ടെങ്കിലേ, പ്രാണശക്തി ഉണ്ടെങ്കിലേ പ്രാണൻ്റെ ചലനങ്ങളുള്ളൂ. പ്രാണചലനങ്ങൾ ഉണ്ടെങ്കിലേ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുള്ളൂ, മനസ്സ് പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ പ്രാണശക്തി മീൻ. അപ്പോൾ ഈ പ്രാണശക്തിയെ ആര് ചലിപ്പിക്കുന്നു അതാണ് അടുത്ത ചോദ്യം. അപ്പോൾ പ്രാണശക്തി ആത്മസാന്നിധ്യത്തിലാണ് ചലിക്കുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ ജീവചൈതന്യം ഉണ്ടെങ്കിലേ ശരീരം ചൈതന്യവത്താവുന്നുള്ളൂ, പ്രവർത്തിക്കുന്നുള്ളൂ, മനസ്സ് പ്രവർത്തിക്കുന്നുള്ളൂ, ബുദ്ധി പ്രവർത്തിക്കുന്നുള്ളൂ. ഇതിനെ ഓർമ്മിക്കാനാണ് പറഞ്ഞത്. ശരീരമധ്യത്തിൽ ധ്യാനിക്കുക. അന്നത്തെ അങ്കുഷ്ടമാത്ര പുരുഷ പറഞ്ഞല്ലോ, അത് സൂക്ഷ്മരൂപത്തിൽ പ്രാണശക്തിയെയും അതിലൂടെ പഞ്ചപ്രാണങ്ങളെയും അതിലൂടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും ഒക്കെ പ്രവർത്തിപ്പിക്കുന്ന ആത്മാവുണ്ട്. അതാണ് ശരീരത്തിലെ ആത്മാവിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇത് അറിഞ്ഞാൽ എന്താ ഗുണം? ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഇതിനെയാണ്, ഈ ശക്തിയെയാണ് എല്ലാ ദേവന്മാരും ഉപാസിക്കുന്നത് എന്ന് പറഞ്ഞു. ദേവന്മാർ എന്ന് പറഞ്ഞാൽ ഈ നല്ല ഹാൻഡ്സമായിട്ടുള്ള ആൾക്കാർ സീരിയലൊക്കെ കാണുന്ന അങ്ങനെയല്ല. ദേവന്മാരെന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകളാണ്. ഓരോ ഇന്ദ്രിയത്തിനെയും ചലിപ്പിക്കുന്ന ശക്തിയാണ് ആ ദേവത, ആ ഇന്ദ്രിയത്തിൻ്റെ ദേവത എന്ന് പറയുന്നത്. കണ്ണിന് കാണണമെങ്കിൽ കാഴ്ചശക്തി വേണം. അപ്പോൾ കാഴ്ചശക്തിയാണ് ആ കണ്ണിൻ്റെ ദേവത. ഇത് പറഞ്ഞതുപോലെ ഓരോന്നിനും ഓരോ ശക്തി വേണം. ഇപ്പം നമ്മൾ തൊട്ട് നോക്കി, സ്കിന്ന് തൊട്ട് നോക്കിയിട്ട് ആ സ്പർശം, ടച്ച് അറിയണമെങ്കിൽ അതിൽ ആ സ്പർശനം അറിയാനുള്ള ശക്തി വേണം. അത് ദേവതയാണ്. അതിനൊക്കെയാണ് ദേവത പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അനുഭവങ്ങളെ അനുഭവിപ്പിക്കുന്ന ശക്തി. അനുഭവിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പ്രകാശിപ്പിക്കുക എന്നാണ് പറയാം. അതുകൊണ്ട് അപ്പോൾ അനുഭവങ്ങളെ പ്രകാശിപ്പിക്കുന്ന ശക്തി, അത് ദേവത. ഈ ദേവതമാരൊക്കെ ഈ പ്രാണശക്തിയെ ഉപാസിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രാണശക്തി ഉണ്ടെങ്കിലേ ഇന്ദ്രിയങ്ങളൊക്കെ പ്രവർത്തിക്കുള്ളൂ. അതാണ് അങ്ങനെ പറഞ്ഞത്.
ഇതങ്ങൾക്ക് പ്രവർത്തിക്കാൻ പ്രാണശക്തി വേണം. ഇപ്പം നമ്മളുടെ കണ്ണ് കാണുമ്പോൾ ഞാൻ കണ്ടു എന്ന് നമ്മൾ പറയണമെങ്കിൽ ഈ കണ്ണിന് കാണാനുള്ള കഴിവും കണ്ട വസ്തുവിനെ മനസ്സിലാക്കാനുള്ള കഴിവും വേണം. എന്തിനെങ്കിലും കണ്ടിട്ട് കാര്യമില്ല. നമ്മൾ കാണുന്ന സാധനത്തിനെ ഉള്ളിലേക്ക് ആ അറിവ് ചെല്ലണം. എന്നിട്ട് അതിനെ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം ഈ അന്ധകരണത്തിലിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യണം. എന്നിട്ട് കണ്ട വസ്തു ഇന്നതാണെന്ന് ബോധിക്കണം. എന്നിട്ട് അതിനകത്ത് ഞാൻ കണ്ടു എന്ന അനുഭവം ഉണ്ടാവണം. അപ്പോഴേ നമ്മൾ ആ വസ്തുവിനെ കാണുന്നുള്ളൂ. അതുവരെ കാണുന്നില്ല. ഇതാണ് ഓരോ അനുഭവവും. അതായത് ഇപ്പോൾ ഒരു പെന്ന് എൻ്റെ മുന്നിൽ വെച്ചിട്ട് ഞാൻ പെന്ന് കാണണമെങ്കിൽ പെന്നിനെ കണ്ണ് കാണുന്നു. ഈ കണ്ണിൽ കിട്ടുന്ന അറിവ് അന്ധകരണത്തിലേക്ക് പോകുന്നു. അന്ധകരണം അതിനെ പ്രോസസ്സ് ചെയ്യുന്നു. എന്നിട്ട് ഇത് പെൻ എന്നൊരു വസ്തുവാണ് എന്ന് പറയുന്നു. അപ്പം ഞാൻ പെന്ന് കണ്ടു എന്ന അനുഭവം, എൻ്റെ അഹങ്കാരം അതിനോട് ചേരുമ്പോൾ ഞാൻ കണ്ടു എന്ന് പറയണം. ഇത്രയും കാര്യങ്ങൾ നടക്കണമെങ്കിൽ ആ ശരീരത്തിൽ ആത്മാവ് വേണം, ചൈതന്യം വേണം. അതുകൊണ്ടാണ് ഓരോ അനുഭവത്തിലും ആത്മാവിനെ കാണാൻ സാധിക്കും. ഇത് മുമ്പൊരു സംശയം വന്നു, അനുഭവത്തിൽ നിന്ന് വിഷയങ്ങളെ തള്ളുന്നത് എങ്ങനെ? മുമ്പ് പറഞ്ഞു, അനുഭവത്തിൽ നിന്ന് വിഷയങ്ങളെ മാറ്റിയാൽ എന്താണോ ശേഷിക്കുന്നത് അത് ആത്മാവ് എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലാസ് കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു വോയിസ് വന്നു, അനുഭവത്തിൽ നിന്ന് വിഷയങ്ങൾ എങ്ങനെയാണ് മാറ്റുക, അത് മനസ്സിലായില്ല പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ അടുത്ത ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിരുന്നു, പക്ഷെ അന്ന് ചോദിച്ച ആൾ ആബ്സെൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊന്നുകൂടി പറയാം. ഇപ്പം ഇന്ന് ആൾ ക്ലാസ്സിലുണ്ട്, അപ്പം ഇന്ന് പറയാം. ഓരോ അനുഭവത്തിനെയും നമ്മൾ ഇതുപോലെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും അന്ധകരണമൊക്കെ പ്രവർത്തിക്കണേ ആത്മാവ് വേണം. ആത്മചൈതന്യത്തിലെ അനുഭവങ്ങളുള്ളൂ, വിഷയങ്ങളുള്ളൂ. അങ്ങനെയാണ് വിഷയങ്ങളെ മാറ്റുക. അതായത് ഓരോ വിഷയാനുഭവം ഉണ്ടെങ്കിൽ ആത്മചൈതന്യത്തിനെ നമ്മൾ ഓർമ്മിക്കുക, ഈ അനുഭവം ഉണ്ടായത് ചൈതന്യമുള്ളതുകൊണ്ടാണ് എന്നറിയാം. അപ്പോൾ ഈ വിഷയങ്ങൾ എങ്ങനെയുണ്ടായി എന്നൊരു ചോദ്യം അവിടെ വരും. വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല, കാരണം സൃഷ്ടി ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മുമ്പ് പറഞ്ഞില്ല. സൃഷ്ടി വിവർത്തമാണ്, ജഗത് പ്രതീതി ആണ്, പ്രതീതി ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു വസ്തു സെപ്പറേറ്റ് ആയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഉണ്ട് എന്ന് തോന്നിയാൽ പോലും അത് ആത്മാവിലാണ്, ആത്മാവാണ്. അതാണ് വിഷയങ്ങളെ തള്ളൽ, ആത്മാവ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളെ ശരീരത്തിലുള്ള ഈശ്വരനെ നമ്മൾ എപ്പോഴും ഓർമ്മിക്കണം. ഇവിടെ വാമനൻ എന്നൊരു വാക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വാമനൻ എന്ന് പറഞ്ഞത് നമ്മളെ ഓണത്തിൻ്റെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെട്ട വാമനല്ല, അതും ഈശ്വരീയ ശക്തി തന്നെയാണ്. അത് ആ കഥ വേറെ വിധത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ വാമനൻ എന്നുള്ളത് പ്രാണനെയും ചലിപ്പിക്കുന്ന ആത്മാവ് എന്ന രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്, സൂക്ഷ്മമായ രൂപത്തിൽ എന്നാണ്. അപ്പം പുരാണം പറയുമ്പോഴും വാമനൻ ചെറിയ കുട്ടിയാണ്. ഇവിടെ സൂക്ഷ്മമായ രൂപത്തിൽ ആത്മാവിരിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് വാമനൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഈ തരത്തിൽ നിന്നിട്ട് നമ്മളിപ്പോൾ ഒരു ഓണത്തിൻ്റെ ഐതിഹ്യത്തിനെ നോക്കുകയാണെങ്കിൽ മഹാബലി ദേഹബോധമായിട്ടാണ് കാണുക. തൻ്റേതല്ലാത്തതിനൊക്കെ താൻ എന്ന് വിചാരിച്ചിട്ട് ജീവിക്കുന്ന ആളില്ലേ. മഹാബലിയൊക്കെ ദാനധർമ്മിഷ്ഠനായിരുന്നു, എല്ലാം വാരിക്കോരി കൊടുക്കുന്ന ആളായിരുന്നു. പക്ഷേ തൻ്റേതല്ലാത്തതിനെയാണ് കൊടുക്കുന്നതെന്ന് ഓർമ്മിച്ചില്ല. അത് ഓർമ്മിപ്പിക്കാനാണ് വാമന രൂപം വന്നത്. വാമനെല്ലാം അളന്നെടുത്തു എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വാമനൻ്റേതാണ്, എല്ലാം ആത്മാവാണെന്ന് ബോധിച്ചു. അതോടുകൂടി മഹാബലി ജീവൻ മുക്താവസ്ഥയിലേക്ക് എത്തി എന്ന് പറഞ്ഞാൽ ദേഹബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് ഉയർന്നു. ഈ കാണുന്നതെല്ലാം ആത്മാവാണ്, ഞാനെന്നും എൻ്റേതെന്നും വിചാരിക്കുന്നതൊക്കെ ആത്മാവാണ് എന്ന് ബോധിച്ചപ്പം ആ ജീവൻ ദേഹബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് ഉയർന്നു. ഇതാണ് ഓണത്തിൻ്റെ പിന്നിലുള്ള ഒരു കഥ, ഓണത്തിൻ്റെ കഥയുടെ പിന്നിലുള്ള തത്വം. ഇത് ഓർമ്മിക്കണം. അപ്പോൾ നമ്മൾ മഹാബലി വന്നു പറഞ്ഞ് കൊമ്പം വീശും കുടവയറുമായിട്ടൊരാളും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ അവനവൻ്റെ കഥയാണ്. ഓരോ ഓണവും വരുമ്പോഴും ഓരോ ഓണം കഴിയുമ്പോഴും എൻ്റെ ആയുസ് കുറയുണ്ടെന്നും കൂടി ഓർമ്മിക്കണം. ഇനി അനുവദിച്ച് ഇനി എത്ര ഓണം ഉണ്ണൊന്നും അറിയില്ല, കഴിയുന്നതും വേഗം എന്തിനാണോ നമ്മൾ മനുഷ്യനായിട്ട് വന്നത് ആ തലത്തിലേക്ക് എത്താൻ കഴിയുന്നത്ര പ്രയത്നിക്കാം. പിന്നെ ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ മുന്നോട്ട് എത്തിച്ചേരും. നമ്മുടെ പ്രയത്നമുള്ളിടത്താണ് കൃപയുണ്ടാവുക. പ്രയത്നം എപ്പോഴും വേണമെന്ന്. വായിക്കുക, നന്നായിട്ട് മനനം ചെയ്യുക, മനസ്സിലായ കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുക, മനസ്സ് കൈവിട്ട് ഓടുന്ന സമയത്ത് ജപിക്കുക, അല്ലെങ്കിൽ അതിന് ഓടാൻ ഇഷ്ടം പോലെ സ്ഥലം, വലിയൊരു ഈശ്വരരൂപം സങ്കല്പിച്ചിട്ട് അതിൽ ഓടിക്കോളാൻ പറയാം.
ഈ വലിയ വലിയ ഇപ്പം ഇനി ഗണപതിയുടെ സീസണൊക്കെ വരാൻ പോകണം. വലിയ വലിയ ഗണപതിയൊക്കെ കാണും. നമുക്ക് ഒറ്റ നോട്ടത്തിലുള്ള ഗണപതിയെ മുഴുവൻ തന്നെ കാണില്ല. തലയിൽ കിരീടത്തിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പിന്നെ ഇങ്ങോട്ട് താഴേക്ക് മുഖത്തിൻ്റെ താഴേക്കൊന്നും കാണില്ല. അത്ര വലിയ ഗണപതിമാർ. ഗണപതിയുടെ പാദത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ മുട്ടിൻ്റെ മുകളിലേക്കുള്ള ഭാഗമൊന്നും കാണില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആകെ മൊത്തം ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് നോക്കണം കണ്ണുകൊണ്ട് എന്ന് പറഞ്ഞതുപോലെ മനസ്സ് നിയന്ത്രണം വിട്ട് ഓടുന്ന സമയത്ത് അത്രയും വലിയ ഒരു ഈശ്വര രൂപമൊക്കെ സങ്കല്പിക്കുക. ഇപ്പോൾ ഒരു ഗുരുവായൂരപ്പൻ ഞാൻ സങ്കല്പിക്കണമെങ്കിൽ ഈ ഭൂമി മുതൽ ആകാശം വരെയുള്ള ഒരു ഗുരുവായൂരപ്പൻ. മനസ്സിന് എത്ര വേണമെങ്കിലും ഓടാം, ഏത് വഴിക്ക് വേണമെങ്കിലും ഒക്കെ ഗുരുവായൂരപ്പൻ്റെ ഉള്ളിൽ ഓടാൻ പറ്റുള്ളൂ. ഇതേപോലെ എന്നിട്ട് ആ രൂപം നമ്മൾ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നാൽ, ഇല്ലെങ്കിൽ ആ രൂപത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് പാദത്തിൽ ഉറപ്പിച്ച് നിർത്താം, ഇല്ലേ ഭഗവാന്റെ കണ്ണിൽ ഉറപ്പിച്ച് നിർത്താം, ചുണ്ടിൽ ഉറപ്പിച്ച് നിർത്താം. മനസ്സിനെ അങ്ങനെ അങ്ങനെ ഏകാഗ്രമാക്കി കൊണ്ടുവരാൻ ഒക്കെ സഹായിക്കും ഈ രൂപം സങ്കല്പിക്കുമ്പോൾ. അങ്ങനെയൊക്കെ നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുള്ളൂ. ഇവിടെ ഒരു വേദാന്തി, അതായത് അദ്വൈത തത്വങ്ങളിലൂടെ ഈശ്വരനിലേക്ക് എത്താൻ ശ്രമിക്കുന്ന ആൾ, തത്വബോധത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുന്ന സാധകൻ എന്ന നിലയ്ക്ക് ഭഗവാൻ പറഞ്ഞു തന്നിരിക്കുന്ന ഈശ്വര രൂപം ഈ നമ്മുടെ ഹൃദയകമലത്തിൽ തള്ളവിരലിൻ്റെ രൂപത്തിൽ ചൈതന്യത്തിന്, പ്രകാശത്തിനെ ധ്യാനിച്ച് മനസ്സ് ഏകാഗ്രമാക്കാനാണ്. അതോടെ നിർബന്ധമായിട്ട് പറഞ്ഞതല്ല, നമുക്ക് ഇഷ്ടദേവത രൂപം എങ്ങനെ വേണമെങ്കിലും ധ്യാനിക്കാം. രൂപം ധ്യാനിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് രൂപമില്ലാത്തൊരു വസ്തുവിനെ പറഞ്ഞു തന്നത്. ഇതും കൂടി നമ്മൾ ഓർമ്മിക്കുക. അല്ലാതെ ഇനി എവിടെയും പോയിട്ട് ഇത് ഞങ്ങളുടെ ഉപനിഷത്തിലുണ്ടല്ലോ ദൈവത്തിന് തള്ളവിരലിൻ്റെ രൂപമാണ്, അതത്ര വലിപ്പമാണ് എന്നൊന്നും പറഞ്ഞ് നമ്മൾ വാദിക്കരുത്. അങ്ങനെയൊക്കെ വാദിച്ച് പിന്നെ എൻ്റെ വിഡ്ഢിത്തൊക്കെ വിളിച്ചു പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. ഈ മന്ത്രമൊക്കെ എടുത്ത് വെച്ചിട്ടാ പറയാം, ഉപനിഷത്ത് മന്ത്രം. ഇത് എന്തിനാ പറഞ്ഞതെന്നും കൂടി ആലോചിക്കണം നമ്മൾ. അപ്പോൾ 2-ാം അധ്യായം 2-ാമത്തെ വല്ലിയിൽ 3-ാമത്തെ മന്ത്രം വരെ നമ്മൾ എത്തി. ഇനി ദേഹബോധത്തിൽ നിന്നും ആത്മബോധത്തിലേക്ക് എത്തുന്നതിനെക്കുറിച്ചും ജീവത്വത്തിനെ ഉപേക്ഷിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയാനുള്ളത്. അത് നമുക്ക് അടുത്ത ക്ലാസ് മുതൽ നോക്കാം.